അഭിവന്ദ്യമായ സദസ്സിന് നമസ്കാരം. ദേവസ്വം ബോർഡിൻ്റെ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി രാമായണത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പര നടത്താൻ തീരുമാനമെടുത്തത് വളരെ മികച്ച ഒരു കാര്യമായി. രാമായണം എന്നത് കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ എല്ലാ കാലത്തെയും വലിയ ആശ്രയമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ്. അപ്പോൾ അതിനെ സാമാന്യ ജനങ്ങൾക്ക് തന്നെ വളരെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ വിവിധ തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ് രാമായണത്തെയും അതിൻ്റെ കഥാസന്ദർഭത്തെയും കഥാപാത്രങ്ങളെയും ആ കൃതിയെയും പരിശോധിക്കുന്നത് എന്നറിയാൻ ഈ പ്രഭാഷണ പരമ്പര ഉപകരിക്കും. അതുകൊണ്ട് അതിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റിട്ടുള്ള നമ്മളുടെ കെ ജയകുമാർ സാറിനും അതിൻ്റെ സംഘാടകരായിട്ട് ഇവിടെയുള്ള അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീ ബിജു, ശ്രീ വിഭു പിരപ്പൻകോട്, പിന്നെ ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, എല്ലാവർക്കും ഞാൻ നമസ്കാരം പറയുന്നു. ഈ സദസ്സിനെ പ്രത്യേകം വന്ദിക്കുന്നു. രാമായണത്തിൽ ഇന്നെനിക്ക് സംസാരിക്കേണ്ട വിഷയം രാമായണം രാവണൻ്റേതുമാണ് എന്നതാണ്. രാമായണം, നമുക്ക് അനേകം രാമായണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ പ്രഭാഷണം 4 ദിവസം കേൾക്കുമ്പോൾ ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 2000-ലധികം രാമായണങ്ങൾ ലോകത്തൊട്ടാകെ പലതരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യക്കാരനല്ല, ഒരു വിദേശിയായിരുന്ന ഫാദർ കാമിൽ ബുൽക്കെയാണ് രാമകഥ എന്ന പുസ്തകം മലയാളത്തിലും വാങ്ങാൻ കിട്ടും. നമുക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. അപ്പോൾ അതുവഴി അദ്ദേഹം ഈ രാമകഥയുടെ വൈപുല്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്. രാമായണം ഇപ്പോൾ ഒരു നിരുപദ്രവമായി വായിക്കപ്പെടുന്ന പുസ്തകം മാത്രമല്ല, രാമായണം ഇപ്പോൾ ഒരു വിവാദം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമായണം വായിക്കേണ്ടതില്ല എന്ന് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായിട്ട് രാമായണം വായിക്കേണ്ടതില്ല, രാമായണം കേരളത്തിലെ അധ്യാത്മരാമായണം പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാവരുടേതുമല്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. രാമായണം ഉണ്ടായ കാലം മുതൽ രാമായണ വിമർശനങ്ങളും അതിനോടൊപ്പം സംഭവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, രാമായണം ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ അവനവൻ്റെ രാമായണം എന്ന നിലയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ പലതരം രാമായണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ഒരു കഥ ഒരിക്കലുണ്ടായാൽ അതൊരിക്കൽ വായിച്ചാൽ പിന്നെ അതുകൊണ്ട് തൃപ്തരാകുമെങ്കിൽ അത് ആ വഴിക്ക് അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അതവിടെ അവസാനിക്കാതെ നമ്മുടെ ഭാരതീയമായ ഇതിഹാസങ്ങൾ രണ്ടും, രാമായണവും മഹാഭാരതവും, അനേകം മനുഷ്യരിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ കഥകളുടെയും ഉപകഥകളുടെയും ചിലപ്പോൾ കൃതിയുടെ ആകെ തന്നെയുമുള്ള അനേകം പാഠങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അനേകം വ്യാഖ്യാനങ്ങളുണ്ടായി. അത് ലോകത്ത് മറ്റ് കൃതികൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് വളരെ അപൂർവമാണ്. അതൊക്കെ ഇതിഹാസങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള മഹാഭാഗ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ഇംഗ്ലീഷ് സിനിമയുണ്ടല്ലോ, ഒഡീസി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട വലിയ ഇതിഹാസമായിട്ടുള്ള ഒഡീസിയുടെ അതിൻ്റെ ഒരു വേർഷനാണത്. അതിലെ ഒഡിസിയൂസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പുതിയ സാഹചര്യങ്ങളുമായി ഇണക്കിയിട്ടാണ് നോളൻ എന്ന് പറയുന്ന പ്രസ്തുതനായിട്ടുള്ള സംവിധായകൻ അതിപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇതിഹാസങ്ങൾക്ക് അങ്ങനെ മരണമില്ല, അത് ജനങ്ങളിലൂടെ പലതരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ നാട് മുഖത്തലയാണ്. അപ്പോൾ മുഖത്തലയിലെ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസത്തെ ഉത്സവം, ഞാനിത് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ആവർത്തിക്കട്ടെ. 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസത്തെ ഉത്സവത്തിന് കുരുത്തോല കൊണ്ട് കിരീടം വെച്ച്, കുരുത്തോല കൊണ്ട് തോൾവളയിട്ട്, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഒരു തോല്, പാഞ്ചിത്തോലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, അതിന് വേറെ പ്രദേശങ്ങളിൽ വേറെ പേരായിരിക്കും. അപ്പോൾ അതുമായിട്ട് വന്നിട്ട് അതിങ്ങനെ കുട്ടികളെയും മരങ്ങളെയും കന്നുകാലികളെയൊക്കെ ഇങ്ങനെ ഓതും. അങ്ങനെ അവർ വന്നിട്ട് അത് ദോഷം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പാടുന്ന പാട്ടിനകത്ത് അവർ പറയും, രാമായണം ഒരു പെണ്ണ് വയക്ക് എന്ന് പറയും അവരുടെ പാട്ടിൽ. അക്ഷരം പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ആളുകളാണ്. സംസ്കൃതത്തോട് ഒരു ബന്ധവും അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് രാമായണം അവരെ സംബന്ധിച്ച് അവരിലേക്ക് ഏതോ ഒരു തരത്തിൽ, ഞാൻ പറയും കാറ്റിലൂടെ ആവണം പകർന്നത് എന്ന് ഞാൻ പറയും. രാമായണം എന്നത്, മഹാഭാരതം എന്നത്, അതൊക്കെ
കാറ്റിലൂടെ പരക്കുന്നത് പോലെ എല്ലാ മനുഷ്യരിലേക്കും എത്തിയത് കൊണ്ടാണ് എൻ്റെ നാട്ടിലെ നിരക്ഷരരായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന മനുഷ്യർ രാമായണം ഒരു പെണ്ണ് വയക്ക് എന്ന് പറയാനിടയാണ്. എൻ്റെ തൊട്ടടുത്ത വരി ഭാരതം ഇത്തിരി മണ്ണ് വയക്കാണ്. രാമായണം ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള കലഹമാണ് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ രാമായണം. സീതയെ അപഹരിച്ചുകൊണ്ട് പോവുകയും സീതയെ അപഹരിച്ചുകൊണ്ട് പോയതിൻ്റെ പശ്ചാത്തലത്തിൽ രാമനും രാവണനും തമ്മിൽ നടന്നിട്ടുള്ള മഹായുദ്ധത്തിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും കഥയാണ് രാമായണം എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ രാമായണം ഒരു പെണ്ണ് വയക്ക എന്ന് പറഞ്ഞു. ഭാരതം ഇത്തിരി മണ്ണ് വയക്ക എന്നാണ് പറഞ്ഞത്. വയലാർ എഴുതിയിട്ടുണ്ടല്ലോ, 5 തണ്ടികൾ മണ്ണിന് വേണ്ടിയിട്ട് അലഞ്ഞ ഭാരതവർഷത്തിൽ അവർക്ക് വേണ്ടി സംസാരിപ്പാൻ അണഞ്ഞ ഗീതാ കർത്താവേ എന്ന് പറയുമല്ലോ. ഈ 5 പേർ മണ്ണിന് വേണ്ടിയിട്ട് അലഞ്ഞത് മഹാഭാരതം എന്നത് അതിലടങ്ങിയിട്ടുള്ള ധർമ്മത്തിൻ്റെ നിഗൂഢമായ ധർമ്മത്തിൻ്റെ അന്വേഷണമാണ് എന്നല്ല ആ നാട്ടിലെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കിയത്. അവരത് മനസ്സിലാക്കിയത് ഒരു മണ്ണ് വയക്കാണെന്നാണ്. ഞാൻ പറയുന്നത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരിലും, അത് വിദ്യാസമ്പന്നരിലും വിദ്യാസമ്പന്നരല്ലാത്തവരിലും ധനികനിലും ദരിദ്രനിലും എല്ലാത്തരം ജാതിയിൽ സമുന്നതരായവരിലും ജാതിയിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരിലും എല്ലാം ഈ ഇതിഹാസത്തിൻ്റെ വെളിച്ചം എത്തിച്ചേർന്നു എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാമായണം വായിക്കേണ്ടതില്ല എന്നോ രാമായണം നമ്മൾ വേണ്ടത്ര പരിഗണിക്കേണ്ടതില്ല എന്നോ രാമായണം ഏതെങ്കിലും ചില പ്രത്യേക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതാണെന്നോ ഒക്കെ പറഞ്ഞാൽ ഈ ജനങ്ങൾ അതിനെ നിസ്സാരമായി തള്ളിക്കളയും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത് രാമായണം അങ്ങനെ ഒരു കൃതിയല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് രാമായണം നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ രാമായണം മനുഷ്യൻ്റെ കഥ പറഞ്ഞതുകൊണ്ടാണ്. അത് മനുഷ്യൻ്റെ കഥയാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ കഥ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടാവും പിന്നീട്. ഇതിനെ നമ്മൾ ആദികാവ്യം എന്നാണ് വിളിക്കുന്നത്. അതിനു മുമ്പ് വേറെ കവിത ഉണ്ടായിരുന്നോ, ഇതേ ഭാഷ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് സംശയമാണ്. പക്ഷേ ഇത് വളരെ സംസ്കരിക്കപ്പെട്ട ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം തന്നെ വാൽമീകിക്കുണ്ടായി വരുന്നത് വളരെ കൃത്യമായിട്ടാണ്. അതിൻ്റെ അക്ഷരക്കണക്കൊക്കെ ഒപ്പിച്ചാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അമ്പരപ്പുണ്ടായത്. അദ്ദേഹം ഈ ആദ്യത്തെ 4 വരി ഉണ്ടായി കഴിഞ്ഞപ്പോൾ, തമസാ നദിയുടെ തീരത്ത് വെച്ച് ആദ്യത്തെ ഈ 4 വരി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ പാദബദ്ധവും അക്ഷരസമവുമായിട്ടുള്ള ഈ ഭാഷാശകലം ഉണ്ടായത് എന്നാണ്. പാദബദ്ധമാണ്. ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും തമ്മിൽ ബന്ധമുണ്ട്. അക്ഷരസമമാണ്. ഒരു വരിയിൽ 8 അക്ഷരം വെച്ച് ഒരുപോലെ അക്ഷരസമമായിരിക്കുന്നു. മറ്റൊരു ഗുണം കൂടി അദ്ദേഹം തൊട്ട് പിന്നാലെ പറയും, അത് തന്ത്രീലയ സമന്വിതമായിരിക്കുന്നു. അത് നമ്മൾ ഒരു തന്ത്രിവാദ്യത്തിൽ, ഒരു മുറുക്കിക്കെട്ടിയ കമ്പിയുള്ള ഒരു വാദ്യത്തിൽ നമ്മൾ വിരൽ കൊണ്ട് തട്ടിയാൽ അതിൽ നിന്ന് സംഗീതമുണ്ടാകുന്നത് പോലെ ഞാൻ ഈ പാടിയ 4 വരികൾ തന്ത്രീലയ സമന്വിതമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് കവിതയാണ് എന്ന് അദ്ദേഹത്തിന് പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല. ബ്രഹ്മാവോ നാരദനോ അങ്ങനെ 2 പേരിൽ ആരോ ഒരാളാണ് അദ്ദേഹത്തോട് പറയുന്നത് ഇത് കവിതയാണ് എന്ന്. അതുകൊണ്ട് നിന്നിൽ ഈ കവിത ഉദിച്ചത് കൊണ്ട് നീ ചെയ്യേണ്ടത്, നീ മഹാകാവ്യം എഴുതുകയാണ് വേണ്ടത്. എന്തിനെക്കുറിച്ച് മഹാകാവ്യം എഴുതണം? നീ എഴുതേണ്ടത് ഭൂമിയിലെ ഏറ്റവും സമ്പൂർണനായ മനുഷ്യനെ കുറിച്ച് മഹാകാവ്യം എഴുതണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് അന്വേഷിച്ചിറങ്ങിയത്. നാരദനോട് ചോദിക്കുന്നത്, കോന്യസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ കൃതജ്ഞൻ ധർമ്മനിരതൻ, 10ഓ 24ഓ ഗുണങ്ങളാണ് ചോദിക്കുന്നത്. ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാളെ എനിക്ക് പറഞ്ഞു തരൂ, എനിക്ക് അയാളുടെ ജീവിതം എഴുതണം എന്നാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇക്ഷ്വാകു വംശപ്രഭോ രാമോ നാമ ജനൈശ്രുത. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമനെന്ന് കീർത്തി കേട്ട ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് സംക്ഷിപ്തമായിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കുക. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എഴുതുന്ന ആളുകളുടെ ഏറ്റവും വലിയ ടെൻഷൻ, ഒരു കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എഴുത്ത് പൊട്ടിപ്പോകുമോ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അല്ലേ, നമ്മളതിൻ്റെ സസ്പെൻസിലും ട്വിസ്റ്റിലുമാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കഥ മുഴുവൻ, രാമായണ കഥ മുഴുവൻ ആദ്യം തന്നെ സംക്ഷിപ്തമായിട്ട് മൊത്തമായിട്ട് വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ഇതങ്ങോട്ട് പിന്നെ വായിക്കുമോ, ഈ മുഴുവൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിക്കുമോ എന്ന് പറയുന്നത് ഒരു ടെൻഷനും ഇല്ലാതാണ് ആ കവിത അദ്ദേഹം ആ കഥ എഴുതാൻ പുറപ്പെടുന്നത്. ഏറ്റവും മാതൃകാപരമായി ജീവിക്കുന്ന ഇത്തരം ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരാളുടെ കഥ എഴുതാൻ പുറപ്പെടുമ്പോൾ അതിനകത്ത് ഈ മാതൃകാപരമായി ജീവിക്കുന്ന ആളുടെ ജീവിതം എത്ര സങ്കീർണമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര അപൂർണമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ പഠിക്കണം എന്നാണ് വാൽമീകി പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അല്ലാതെ ഈ ജീവിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞയാൾ, ഈ സകല ഗുണപൂർണനായിട്ടുള്ള ഇദ്ദേഹം
അതുകൊണ്ട് നമുക്ക് ഇനി ഇതിലൊന്നും പഠിക്കാനില്ല എന്നല്ല. ഏത് സകല ഗുണപൂർണനായിട്ടുള്ള മനുഷ്യനും അയാളുടെ ജീവിതത്തിൽ അയാൾ അനേകം സങ്കീർണതകളിലൂടെ, അനേകം സന്ദിഗ്ധതകളിലൂടെ, അനേകം പ്രശ്നങ്ങളിലൂടെ, അനേകം ധർമ്മസങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് എന്നാണ് നമ്മളോട് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അത് വായിക്കുന്നത്. അതിന് അനന്തകോടി വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നത്, ഇപ്പോഴും അതിനെ അധികരിച്ച് കൃതികൾ ഉണ്ടാവുന്നത്, ഇപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വൈകുന്നേരം നമ്മളിവിടെ ഈ നഗരത്തിന്റെ ഹൃദയം എന്ന് പറയാവുന്ന സ്ഥലത്ത് ഇത്രയും പേർ ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കാം എന്ന് തീരുമാനിക്കുന്നത് ആ കൃതി നമ്മളോട് ഇനിയും നമുക്ക് ചിലത് അതിൽ അറിയാനുണ്ട്, കേൾക്കാനുണ്ട് എന്ന് ചിലത് ബാക്കി വെക്കുന്നത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെ ഇനിയും അറിയാൻ ബാക്കിയുള്ള ഒരു ഭാഗമുള്ളത് കൊണ്ടാണ് നമ്മൾ രാമകഥയിൽ വീണ്ടും വീണ്ടും അന്വേഷിച്ചു പോകുന്നത്. വാൽമീകി രാമായണത്തെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തെ അല്ല. വാൽമീകി രാമായണത്തെ അധികരിച്ച് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കൃതികളും അതിൻ്റെതായ നിലയിൽ ഓരോ രചയിതാക്കളും സ്വാതന്ത്ര്യം എടുത്താണ് എഴുതിയിട്ടുള്ളത്. അല്ലാതെ അതിനകത്ത് ഈ കൃതികളെ അവലംബിക്കുമ്പോൾ അതിൽ സ്വാതന്ത്ര്യം പാടില്ല എന്ന് വിചാരിച്ചിരുന്ന ഷാഢ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാടാണ് നമ്മളുടേത്. നമ്മളങ്ങനെ വിചാരിക്കുന്നത് പോലെ ഒരു കാർക്കശ്യവും ഉണ്ടായിരുന്നില്ല. രാമകഥ പറയുമ്പോൾ രാമകഥ വാൽമീകി പറഞ്ഞതുപോലെ തന്നെ പറയണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണം ഉണ്ടാകുമായിരുന്നില്ല. കമ്പർക്ക് രാമായണം എഴുതാൻ പറ്റുമായിരുന്നില്ല. ബംഗാളിൽ കൃത്തിവാസന് രാമായണം എഴുതാൻ പറ്റുമായിരുന്നില്ല. ഹിന്ദിയിൽ തുളസീദാസന് രാമായണം എഴുതാൻ കഴിയുമായിരുന്നില്ല. ആ മഹാസ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. ഈ കഥ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യത്തിൽ എഴുതാം എന്നതുകൊണ്ടാണ് എഴുത്തച്ഛൻ വാൽമീകി രാമായണത്തെ ആശ്രയിക്കാതെ സംസ്കൃതത്തിലുള്ള അധ്യാത്മ രാമായണത്തെ ആശ്രയിക്കാനിടയായത്. അത് കാരണം അതിൻ്റെ ആ കാലഘട്ടം, എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ ഏറ്റവും കലുഷിതമായ കാലഘട്ടമായിരുന്നു. ഇവിടെ വൈദേശികാധിപത്യം ആരംഭിച്ചു കഴിഞ്ഞു, പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞു, ഡച്ചുകാർ വരുന്നു, ഇംഗ്ലീഷുകാർ വരാറ്. ആ ഒരു പീരീഡിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ജീവിക്കുമ്പോൾ കേരളത്തിൽ നാട്ടുരാജ്യങ്ങളൊക്കെ തമ്മിൽ അതികഠിനമായിട്ടുള്ള സംഘർഷം ഉണ്ടാവുകയും തമ്മിൽ കൊള്ളയടിക്കുകയും വ്യഭിചാരം നടക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീവർണ്ണന മാത്രമുണ്ടായിരുന്ന ഒരു കാലത്താണ് എഴുത്തച്ഛൻ്റെ ഈ കൃതി ഉണ്ടാവുന്നത്. എഴുത്തച്ഛനതൊരു ആവശ്യമായിരുന്നു. നമ്മളെപ്പോലെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വാട്സപ്പും ഒരു ടെലഗ്രാമും ഒരു ഇൻ്റർനെറ്റും ഇല്ലാതിരുന്ന കാലത്ത് ഇന്ത്യയിലെ കവികൾ പരസ്പരം അറിയാതെ എഴുതി വെച്ചതെല്ലാം ഭക്തിപ്രസ്ഥാനം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. ഇവരാരും തമ്മിൽ സംസാരിച്ചിട്ടല്ല എഴുതിയത് കേട്ടോ. ഇവരാരും തമ്മിൽ സംസാരിച്ചിട്ടും കൂടിയാലോചിച്ചിട്ടും ദേശീയ സമ്മേളനം വിളിച്ചു നോക്കിയിട്ടും എഴുതിയതല്ല. പക്ഷേ അവരിലെല്ലാം ഈ അധപ്പതിച്ച ഒരു കാലത്തെ പുനരുദ്ധരിക്കേണ്ടത് ആവശ്യമാണ് എന്ന തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ അങ്ങനെ അധ്യാത്മരാമായണം തിരഞ്ഞെടുത്തത്. കാരണം ഭക്തി എന്ന ആധാരത്തെ മുൻനിർത്തി ആ കാലത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ ശ്രമിക്കുകയായിരുന്നു എഴുത്തച്ഛൻ ചെയ്തത്. വാൽമീകി രാമായണം അപ്പോഴെല്ലാം അതിൻ്റെ മുന്നിൽ വളരെ ആധാരശില പോലെ വാൽമീകി രാമായണം നിൽക്കുന്നു. വാൽമീകി രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിക്കേണ്ടത്. വാൽമീകി രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമ്മൾ വിചാരിക്കേണ്ടത് അത് നമ്മളുടെ തന്നെ പ്രതിരൂപമാണെന്ന് തോന്നുന്ന വിധത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പലതരം പ്രതിസന്ധികളെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു എന്ന് തോന്നത്തക്ക വിധത്തിലാണത്. ശ്രീരാമൻ എന്ന കഥാപാത്രം ജനിച്ചിട്ട് മരിക്കുന്നത് വരെ ജീവിതത്തിൽ സ്വസ്ഥത എന്തെന്നറിയാതെ ജീവിച്ച ഒരു കഥാപാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് വാൽമീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ജനനം പറയുന്ന സ്ഥലത്ത് അത് പറയും. ഇത് മഹാവിഷ്ണു ഇങ്ങനെ രാവണന്റെ ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുമ്പോൾ ഒരു അവതാരം എടുക്കേണ്ടതാണ് എന്ന് ദേവന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ച് അവതാരമെടുക്കാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജനിക്കുന്ന ശ്രീരാമനുണ്ടല്ലോ, അദ്ദേഹത്തിന് വാൽമീകി രാമായണത്തിലെ ശ്രീരാമൻ അദ്ദേഹം അവതാരമാണ് എന്ന ബോധ്യമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അവതാരമാണെന്ന ബോധ്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തോട് ഈ ബാലകാണ്ഡത്തിൽ ആദ്യം ഈ ദശരഥപുത്രനായി ജനിക്കാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് താം നിയോക്ഷ്യ മഹേ വിഷ്ണു എന്ന് പറയുന്ന പ്രാർത്ഥനയിലാണുള്ളത്. അല്ല, ശ്രീരാമൻ അത് അറിയുന്നില്ല. കഥാപാത്രങ്ങളുടെ സ്തുതിയിലാണ്, മറ്റ് കഥാപാത്രങ്ങളുടെ സ്തുതിയിലാണ് ശ്രീരാമനോട് പറയുന്നത്. പക്ഷേ ശ്രീരാമനോട് ഇത് നേരിട്ട് പറയുമ്പോൾ ശ്രീരാമൻ പറയുന്നത് ആത്മാനാം മാനുഷം മന്യേ രാമം ദശരഥാത്മജം എന്നാണ്. ഞാൻ ദശരഥാത്മജനായിട്ടുള്ള ദശരഥന്റെ മകനായിട്ടുള്ള രാമനാണ്, എന്നെ നിങ്ങളങ്ങനെ ദൈവമാക്കരുത് എന്നാണ് ശ്രീരാമൻ പറയുന്നത്. നമ്മൾ ആ ശ്രീരാമനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരാൾ എങ്ങനെയാണ് സമ്പൂർണ്ണ മനുഷ്യനാവുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, ജനിച്ചിട്ട് 14-ാമത്തെ വയസ്സിൽ ഈ വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്ക് പറഞ്ഞു വിടുന്നത് വരെ മാത്രമാണ് സുഖമുണ്ടായിട്ടുള്ളത് കേട്ടോ. കൊട്ടാരത്തിൽ ജീവിക്കുന്നതിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വാത്സല്യം അനുഭവിക്കുന്നതിൻ്റെയും സുഖം അനുഭവിക്കുന്നത് അവിടെ വരെയാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സംഘർഷം ആരംഭിക്കുകയാണ്. 14-ാമത്തെ വയസ്സിൽ യാഗരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ താടകയെ നിഗ്രഹിക്കുന്നത് മുതൽ, രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നത് മുതൽ പിന്നീട് അങ്ങോട്ട് ആരംഭിക്കുകയാണ് ആ ജീവിതം. ആ ജീവിതത്തിൽ നിരന്തരമായി സംഘർഷങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത് സ്വർഗാരോഹണം നടത്തുന്നത് വരെ മനസ്സിൻ്റെ ആധി ഒഴിയാത്ത പലതരത്തിൽ ജീവിതത്തിൻ്റെ സംഘർഷം അനുഭവിക്കുന്ന, എന്നാൽ ആ സംഘർഷം അനുഭവിക്കുമ്പോഴെല്ലാം തൻ്റെ ദർശനത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് പിൻവാങ്ങാത്ത ഒരാളായി നിലനിൽക്കുകയാണ് അദ്ദേഹം. ആ കൃതിയുടെ മഹത്വം അതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റു മഹത്വങ്ങളല്ല, അതിൻ്റെ മഹത്വം അതാണ്. എന്തൊക്കെ ഉണ്ടായാലും താൻ ധർമ്മമെന്ന് കരുതിയതിനെ, തന്നെ ധർമ്മമെന്ന് പഠിപ്പിച്ചതിനെ ഞാൻ അവസാനം വരെ പിന്തുടരും എന്ന നിശ്ചയദാർഢ്യത്തിന്മേൽ ഉറച്ച ഒരു രാജാവിൻ്റെ സംഘർഷാത്മകമായ ജീവിതത്തിൻ്റെ ചിത്രീകരണമാണ്. അതിലേക്കാണ് മറ്റ് നിരവധി കഥാപാത്രങ്ങൾ വന്നു പോകുന്നത്. രണ്ട് സന്ദർഭത്തിലേ ഇങ്ങനെ പറയുന്നുള്ളൂ. രണ്ടാമത് അന്തർധാനത്തിനൊരുങ്ങി സരയൂ നദിയിൽ അന്തർധാനത്തിനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തോട് ബ്രഹ്മാവ് പറയുന്നുണ്ട്, ആഗശ്ച വിഷ്ണു ഭദ്രം തേ എന്ന് പറയുന്നു. അനിതര സാധാരണമായ വിവേകം പ്രദർശിപ്പിക്കുകയും അങ്ങനെ ആ വിവേകത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എപ്പോഴാണ് അദ്ദേഹത്തിന് വേറെ രാജകർമ്മങ്ങളൊന്നും നിർവഹിക്കേണ്ടി വരുന്നില്ല, രാജാവിൻ്റെ ധർമ്മങ്ങളൊന്നും നിർവഹിക്കേണ്ടി വരുന്നില്ല. 25-ാമത്തെ വയസ്സിൽ വനത്തിലേക്ക് പോകുന്നു. ചെറിയമ്മയുടെ കഥകളൊക്കെ നിങ്ങൾക്കറിയാലോ. വനത്തിലേക്ക് പോകുന്നു. സീതയ്ക്ക് 21 വയസ്സ്, രാമൻ 25 വയസ്സ്. വാൽമീകി രാമായണത്തിൽ സീത പറയുന്നുണ്ട്, ഈ പ്രായം, അവരുടെ പ്രായം പറയുന്നുണ്ട്. ആ വനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് രാജാധികാരമില്ല. രാജാധികാരം അനുഭവിക്കുന്നത് വരെയുള്ള രാമനും രാജാധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞുള്ള രാമനും തമ്മിലുള്ള വ്യത്യാസമാണ് രാമായണത്തിൻ്റെ കാതൽ. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാജാധികാരം ഏൽക്കുന്നത് വരെ തിരിച്ചു വന്ന് ലങ്കയിൽ നിന്ന് തിരിച്ചെത്തി രാജാധികാരമേറ്റു, പട്ടാഭിഷേകം കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള രാമൻ്റെ ജീവിതമാണ് ശരിക്കും അധികാരമേറ്റ് കഴിഞ്ഞുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലെ സംഘർഷങ്ങളെ മുഴുവൻ അനുഭവിക്കുന്നത്. രാമായണം എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. രാമായണം എന്നാൽ വളരെ പ്രധാനപ്പെട്ട 3-4 രാജാക്കന്മാരുടെ ജീവിതമാണ്. അവരെങ്ങനെ രാജ്യത്തെ പരിപാലിച്ചു എന്നുള്ളതാണ്. ആദ്യം ദശരഥൻ, രണ്ടാമത് രാമൻ രാജ്യഭാരം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഭരതൻ, പിന്നീട് വരുമ്പോൾ ബാലിയും സുഗ്രീവനും, വേറൊരു രാജവംശം, കിഷ്കിന്ധയിലുള്ള രാജവംശം. അത് കഴിഞ്ഞാൽ രാവണന്റെ ലങ്കയുടെ രാജ്യഭാരം. ഇങ്ങനെ ഈ 3-4 രാജാക്കന്മാരുടെ രാജഭരണം എങ്ങനെ അവർ ജനങ്ങളെ എങ്ങനെ സമീപിച്ചു എന്നാണ് നമ്മളുടെ ഈ വാൽമീകി രാമായണം നമ്മളോട് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണല്ലോ രാവണൻ പ്രവേശിക്കുന്നത്. എൻ്റെ വിഷയം അതാണല്ലോ. രാവണൻ പ്രവേശിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. രാവണൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ വാൽമീകി രാമായണത്തിൽ കൃത്യം 12 മാസത്തെ കഥയെ പിന്നെ ഉള്ളൂ കേട്ടോ. കൃത്യം 12 മാസത്തെ കഥയേ ഉള്ളൂ രാമായണത്തിന്. രാവണനെ കാണുന്നത് മുതൽ, രാവണൻ എപ്പോഴാണോ രംഗപ്രവേശം ചെയ്യുന്നത്, രാവണൻ രംഗപ്രവേശം ചെയ്യുന്നത് സീതയെ ഈ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണല്ലോ രാവണൻ വരുന്നത്. അവിടെ മുതൽ യുദ്ധം വരെ 12 മാസത്തെ കഥയാണ് പിന്നെ പറയുന്നത്, വെറും 12 മാസത്തെ കഥ. പക്ഷേ രാമനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ രാവണനെക്കുറിച്ച് കൂടി പറയാൻ നിർബന്ധിതരാകുന്നു. പറഞ്ഞേ മതിയാവും. നമ്മൾ ഒരാളുടെ ജീവചരിത്രം അയാൾ മാത്രം ചേർന്നല്ല രചിക്കുന്നത്. രാവണന്റെ ജീവചരിത്രം രാവണൻ മാത്രം രചിക്കുന്നതല്ല. രാവണന്റെ ചുറ്റുപാടുകൾ, രാവണന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ, രാവണനെ എതിർക്കുന്ന ആളുകൾ എല്ലാവരും ചേർന്നിട്ടാണ് ഒരാളുടെ ജീവചരിത്രം ഉണ്ടാക്കുക. ആ വളർച്ചയും വികാസവും, അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ വളർച്ചയും വികാസവുമാണ് ഈ രാമായണത്തിൽ നമ്മൾ കാണുന്നത്. അതൊരു അസാമാന്യമായ നിർമ്മാണ വൈദഗ്ധ്യമാണ് കേട്ടോ. നമ്മൾ ഈ ഏത് കൃതിയെ പരിശോധിച്ച് നോക്കിയാലും നമ്മൾ ഈ മലയാളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചില ആളുകളെയും മരിച്ചുപോയ ചില ആളുകളെയൊക്കെ എഴുത്തിൻ്റെ രാജശില്പികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. അതൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ കൊള്ളാമെന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മഹാഭാരതവും രാമായണവും കമ്പോട് കമ്പ് വായിച്ചാൽ നിങ്ങൾക്ക് പിന്നീടുള്ള ഒരാളെയും നിങ്ങൾക്ക് രാജശില്പി എന്ന് വിളിക്കാൻ തോന്നില്ല. ഇവരെക്കാൾ വലിയ രാജശില്പികൾ ഉണ്ടായിട്ടില്ല. അത്ര ഗംഭീരമായിട്ടാണ് ഈ കഥാപാത്ര സൃഷ്ടി നടത്തിയിരിക്കുന്നത്. രാവണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രേരണകൾ എന്തായിരുന്നു നമ്മൾ ആലോചിക്കണം. രാവണന്റെ അടിസ്ഥാന പ്രേരണ എന്തായിരുന്നു? അയാൾ കൈകസ്യയുടെ മകനായിട്ട് ജനിച്ചു. വിശ്രവസ് എന്ന് പറയുന്ന മുനിയുടെ മകനായിട്ടാണ് ജനിച്ചത്. കൈകസ്യയുടെ മകനായിട്ട് ജനിച്ചിട്ട് അയാൾക്ക് വിശ്രവസിന്റെ മകനായി തന്നെ ജനിച്ച കുബേരൻ എന്ന് പറയുന്ന ദേവാംശ സംഭവനായിട്ടുള്ള ആളുടെ തരത്തിലുള്ള ഒരുതരം ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അയാൾക്ക് ഒരുതരം പ്രോത്സാഹനവും ലഭിക്കുന്നില്ല. അയാൾ പാതാളത്തിലാണ് അയാളുടെ സഹോദരന്മാരുമായിട്ട് പോയി താമസിക്കുന്നത്. ഈ പാതാളത്തിൽ പോയി താമസിക്കുന്ന ഘട്ടം മുതലാണ് അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ഒരാളെ രൂപപ്പെടുത്തുന്ന അയാളുടെ ബാല്യകൗമാരങ്ങളാണ് കേട്ടോ. നിങ്ങൾ വളർന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ ആർക്കും പരിഷ്കരിക്കാൻ സാധ്യമല്ല.
നിങ്ങളുടെ ബാല്യവും കൗമാരവും കൊണ്ട് നിങ്ങൾ എന്തായി തീരണം എന്ന കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിയും. അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ച് വളർത്തണം നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ബാല്യ കൗമാരങ്ങൾ കൊണ്ട് രാവണൻ എന്തായി തീരണം എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അയാൾ അവഗണിക്കപ്പെട്ട ഒരു ജീവിതമാണ് അയാൾ നയിക്കുന്നത്. അയാൾക്ക് എവിടെയും അയാളുടെ സഹോദരന്മാർക്കും എവിടെയും ഒരു പ്രവേശനം ലഭിക്കുന്നില്ല, ഒരു തരത്തിലും അംഗീകാരം ലഭിക്കുന്നില്ല. അയാളുടെ വേറൊരു അമ്മയ്ക്ക് ജനിച്ച സഹോദരൻ വലിയ സൗകര്യങ്ങൾ അനുഭവിച്ചു, അയാൾ വിത്തനാഥനായി, അയാൾ സകല സമ്പത്തിൻ്റെയും ഉടമസ്ഥനായി ഗംഭീരമായി ജീവിക്കുമ്പോൾ അയാൾക്കതിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അയാൾ തപസ്സിന് പുറപ്പെടുന്നത്. എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചിട്ട് അയാൾ തപസ്സാണ് മാർഗമെന്ന് കണ്ടിട്ട് തപസ്സിന് പുറപ്പെടുന്നത് അവിടുന്നാണ്. നേടിയേ പറ്റൂ എന്നതാണ് സ്ഥിതി. രാവണനെ കുറിച്ച് നമ്മളുടെ ആനന്ദ നീലകണ്ഠൻ എഴുതിയ അസുര എന്ന് പറയുന്ന നോവലുണ്ട്, ഇംഗ്ലീഷിൽ, മലയാളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അത് ഏതാണ്ട് രാമായണത്തോട് ചേർന്ന് നിൽക്കുന്ന നോവലാണ്. അപ്പോൾ അയാൾക്ക് പിന്നീട് അയാളുടെ കഠിനമായ പരിശ്രമം ആരംഭിക്കുകയാണ്, തപസ് ആരംഭിക്കുന്നു. അയാൾ തപസ് ആരംഭിച്ചിട്ട്, തപസ് 1-2 വർഷങ്ങളല്ല കേട്ടോ, 10,000-കണക്കിന് വർഷങ്ങളാണ്. രാമായണത്തിലെ അങ്ങനെ നോക്കിയാൽ രാമായണത്തിലെ ഏറ്റവും കൗതുകകരമായ കാര്യം അതിനകത്ത് നമ്മളുടെ റിയൽ വയസ്സെന്ന് പറയുന്നത്, ശരിയായ വയസ്സെന്ന് പറയുന്നത് ഈ രാമനും ലക്ഷ്മണനും ശത്രുഘ്നനും അവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ആർക്കും ശരിയായ വയസ്സല്ല. ഇവരൊക്കെ കൃത്യ വയസ്സിലാണ് ജീവിക്കുന്നത്. രാവണന് എത്രയോ 1000 വർഷങ്ങളുടെ വയസ്സുണ്ട് കേട്ടോ. ജടായുവുമായിട്ട് കലഹമുണ്ടാകുമ്പോൾ രാവണനോട് പറയുന്നത് 60 വർഷ സഹസ്രാണി മമ ജാതസ്യ രാവണ എന്നാണ്. ഞാൻ ജീവിച്ചത് 60,000 വയസ്സുണ്ട് എനിക്കെന്നാണ് ജടായു അയാളോട് പറയുന്നത്. എന്നെ അപേക്ഷിച്ച് നീ വളരെ ചെറുപ്പമാണെന്നാണ് രാവണനോട് പറയുന്നത്. അപ്പോൾ തന്നെ രാവണന് 15,000-20,000 വർഷം പ്രായമുണ്ട് കേട്ടോ രാവണന്. ഇത് എങ്ങനെ പൊരുത്തപ്പെടുന്നു ചോദിച്ചാൽ നമുക്കത് പൊരുത്തപ്പെടുത്താനൊന്നും സാധ്യമല്ല. അത് ആ കൃതിയുടെ ഒരു സവിശേഷത നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ ഈ മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു സവിശേഷതയാണ്. രാവണന് 10,000-കണക്കിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. അയാൾ ഓരോ 10,000 വർഷം കഴിയുമ്പോഴുമാണ് അയാളുടെ ഒരു ശിരസ്സറുത്ത് ഹോമിക്കുന്നത്. അവസാനത്തെ ശിരസ്സറുക്കുന്നതിന് തൊട്ട് മുമ്പാണല്ലോ ഈ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അയാളെ ഈ വരം കൊടുക്കാൻ സന്നദ്ധനാവുന്നത്. അപ്പൊ ആദ്യത്തെ വരം ചോദിക്കുന്നത് തന്നെ അമരത്വമാണ് ചോദിക്കുന്നത്. എനിക്ക് മരണമേ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ സൃഷ്ടികർത്താവാണെങ്കിലും എനിക്ക് മരണമില്ലാതാക്കാനുള്ള അവകാശമില്ല, അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിന് പകരം നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഈ വരം നീ ഒന്ന് മോഡിഫൈ ചെയ്ത് എന്നോട് ചോദിക്കുക, ഒന്ന് പരിഷ്കരിച്ച് നീ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞത്, ദേവദാനവ ഗന്ധർവ യക്ഷ കിന്നരന്മാരാരും എനിക്ക് വധിക്കപ്പെടാനിടയാകരുത്. അഭയം എന്നാണ് പറയുന്നത്. ഭയമില്ലാത്ത അവരെ ഒന്നും, മരണത്തിൻ്റെ ഭയം കൂടാതെ അവരോട് എതിരിടാൻ പറ്റിയ ശക്തി എനിക്കുണ്ടാവണം എന്നാണ് പറഞ്ഞത്. അത് അനുവദിച്ചു കൊടുത്തിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം വരുന്നത്. അത് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞ പാടെ പുള്ളി ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ, ഈ വേറൊരു അമ്മയ്ക്ക് ജനിച്ച സഹോദരൻ കുബേരൻ ലങ്കയിലാണ് താമസിക്കുന്നത്. അവിടെ എത്തി ലങ്കയിൽ നിന്ന് സമ്മർദ്ദം ഉപയോഗിച്ച് അയാളെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അയാളെ പുറത്താക്കിയിട്ട് അയാളുടെ വിമാനം കൂടി സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ രഥമെന്നോ വിമാനമെന്നോ എന്താ നമുക്ക് വിളിക്കാം, പുഷ്പക വിമാനം, അതിനെ സ്വന്തമാക്കുന്നു. നമ്മൾ അവിടെ വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഒരു വലിയ ഒരു സത്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ലോകത്ത് ജനിക്കുന്ന മഹാന്മാരായിട്ടുള്ള ആളുകളിൽ 2 തരക്കാരുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, മഹത്വവും നന്മയും ഒരുപോലെ ചേർന്നിരിക്കുന്ന ആളുകൾ, മഹത്വം ഉണ്ടായിരിക്കുകയും നന്മയുടെ അളവ് കൂടിയിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. വേറെ ഒരു കൂട്ടം മഹത്വം ഉണ്ടായിരിക്കുകയും നന്മയുടെ അളവ് കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. രാവണൻ മഹത്വമുള്ള ആളായിരുന്നു, പക്ഷേ നന്മയുടെ അംശം തീരെ കുറഞ്ഞ ഒരാളായിരുന്നു രാവണൻ. ഈ പൊതുവെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രാമായണ ചർച്ചകൾ, രാമായണ പഠനം എന്നെല്ലാം പറയുന്നത്, നമ്മൾ പൊതുവെ ഈ തരം കിട്ടിയാൽ നമ്മൾ രാമനെ 4 ചീത്ത പറയുക എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു പൊതു ലൈൻ. നമ്മളിപ്പോൾ അങ്ങനെ ഒരു പൊതു സമ്പ്രദായം വന്നിട്ടുണ്ട്. അത് കുട്ടിക്കൃഷ്ണമാരാർ വളരെ സതുദ്ദേശത്തോടുകൂടി തുടങ്ങി വെച്ചാണ്. വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ രാമൻ ഒരു മനുഷ്യനെന്ന നിലയിൽ രാമൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ സംഘർഷം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്ന മാരാരൊരു നല്ല അഭിഭാഷകനായിരുന്നു എന്ന് പറഞ്ഞാൽ, ജോലി കൊണ്ട് അഭിഭാഷകനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലൊരു അഭിഭാഷകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വക്കീലിൻ്റെ കോട്ടിട്ട് വാദിക്കുന്നത് പോലെ വാദിച്ചാണ് രാമൻ്റെയും രാവണൻ്റെയും കുറ്റകൃത്യങ്ങളൊക്കെ നിരത്തി, രാമൻ്റെ കുറ്റകൃത്യങ്ങൾ നിരത്തി ഓരോന്നോരോന്നായിട്ട് വാദിക്കാനിടയായത്. പിന്നീട് അദ്ദേഹം അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. അങ്ങനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രണ്ടാമതൊരു കുറേ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട്. അത്തരം
പഠനങ്ങൾ ആവശ്യമില്ല എന്നല്ല, പക്ഷേ നമ്മൾ അതിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഈ കൃതിയെ പ്രവേശിപ്പിച്ചിട്ട് ഈ കൃതിയിലെ രാമനെ അങ്ങനെ കാണുന്നത് ശരിയല്ല. അതിന് പുറത്തുള്ള രാഷ്ട്രീയ രാമനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം, പക്ഷേ രാമായണത്തിലെ രാമനെ നിങ്ങൾ ആ തരത്തിൽ കാണുന്നത് അത് പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒന്നാമത് നമ്മൾ നിൽക്കുന്നത് ഹനുമാന്റെ തൊട്ട് മുന്നിലാണ്. രാമനെ കുറിച്ചുള്ള ഒരു മോശം കാര്യം സഹിക്കാത്ത ഒരാളാണ് അദ്ദേഹം കേട്ടോ. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നത് പറയുന്നത് ഒട്ടും ശരിയാവില്ല, ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഈ ഹനുമാനും രാമനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി ഒരു ചെറിയ സംഭവം പറയട്ടെ. ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പ്രഥമ ദർശനത്തിൽ അനുരാഗം ഉണ്ടാകുമെന്ന് പറയുമല്ലോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അനുരാഗം ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുപോലെ ഒറ്റ കാഴ്ചയിൽ പരസ്പരം ഗാഠ സൗഹൃദത്തിലായി പോയ രണ്ടുപേരാണ് കേട്ടോ. ഈ താഴെക്കൂടെ നടന്നു വരുന്ന ഈ ദീർഘകായന്മാരായിട്ടുള്ള അസാമാന്യ ശരീരശേഷിയുള്ള അമ്പും വില്ലും ധരിച്ചിട്ടുള്ള ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള രണ്ടുപേർ താഴെ കൂടി നടന്നു വരുമ്പോൾ ഋഷ്യമൂകാചലത്തിൽ ഇരുന്ന സുഗ്രീവന് പേടിയായി. ബാലി എങ്ങാനും അയച്ചിട്ട് വരുന്ന ആരെങ്കിലും ആണോ എന്നെ കൊല്ലാൻ എന്ന് വിചാരിച്ച് പേടിയായിട്ട് പോയി അന്വേഷിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞാണ് ഹനുമാനെ അയച്ചത്. ഹനുമാൻ താഴെ ഇറങ്ങിയിട്ട് നടന്നു വന്ന് ഇവരെ നേരിട്ട് കണ്ടിട്ട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഈ നല്ല വയ്യാകരണൻ വടു നിർണയം പശ്യസഖേ വടുരൂപിണം ലക്ഷ്മണ, നല്ല വയ്യാകരണൻ വടു നിർണയം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന ഭാഷയ്ക്ക് എന്തൊരു ശുദ്ധി എന്നാണ്. ആദ്യത്തെ വാചകത്തിൽ തന്നെ പറഞ്ഞത് ഈ ഭാഷയ്ക്ക് എന്തൊരു ശുദ്ധി, എന്തൊരു നല്ല വർത്തമാനം എന്നാണ്. ആദ്യമായിട്ട് വേണ്ട അതാണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയുക എന്നുള്ളതാണ്. ഹനുമാന്റെ സംസാരത്തിലാണ് ആ സഖ്യമുണ്ടായി വന്നത്, അല്ല സുഗ്രീവന്റെ ബലം അറിഞ്ഞിട്ടോ സുഗ്രീവൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ. ഈ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ഇവർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു ഗാഠമായ സൗഹൃദമാണ് ഹനുമാനെ ശ്രീരാമന്റെ ആരാധകനാക്കുന്നതും ശ്രീരാമന് വേണ്ടി അതിസാഹസങ്ങൾ പ്രവർത്തിക്കുന്ന ആളാക്കി മാറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഈ രാവണൻ ലങ്കയുടെ അധിപതിയായി തീരുന്നു. രാവണൻ ലങ്കയുടെ അധിപതിയായി തീരുമ്പോൾ രാവണൻ മാത്രമല്ല, അങ്ങനെ അധികാരം നേടുന്ന ആളുകളിലെല്ലാം ഏകാധിപത്യ പ്രവണത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാവണൻ അങ്ങനെ ഒരു ഏകാധിപതിയായിരുന്നു. വേറെ മന്ത്രിസഭയൊക്കെ ഉണ്ടായിരുന്നു, വലിയ മന്ത്രിസഭ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മാവൻ മാല്യവാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന വളരെ മുതിർന്ന ആളുകളൊക്കെ ഉൾക്കൊള്ളുന്ന സഭയുണ്ടായിരുന്നു. വലിയ വിശദമായ ചർച്ചകൾ അവിടെ നടന്നിരുന്നു. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത്, അന്തിമമായി തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നത് താൻ തന്നെ ആവണം എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള ഏകാധിപത്യ പ്രവണത കൊണ്ട് എന്താ ഉണ്ടാവുക? അപ്പോൾ ഉപജാപക സംഘങ്ങളെ വിശ്വസിക്കും, ചുറ്റുപാട് നിൽക്കുന്ന ആളുകളെ മാത്രം വിശ്വസിക്കുന്ന ഒരവസ്ഥ വരും. എല്ലാ ഏകാധിപതികൾക്കും ഉണ്ടത്. ചുറ്റുപാട് നിൽക്കുന്നവരെ മാത്രം വിശ്വസിക്കും, ഭിന്നസ്വരങ്ങളെ അടിച്ചമർത്തും, അവർക്കെതിരെയുള്ള എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തും അവർ. രാവണൻ അങ്ങനെ ഒരു ഏകാധിപതിയായിട്ടാണ് ലങ്കയിൽ ഭരിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ CN ശ്രീകണ്ഠൻ നായർ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്ത്രീജിതനല്ല രാവണൻ ശ്രീജിതനാണ്. അത് പിന്നീട് രഞ്ജിത്ത് സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഈ ശ്രീജിതനാണ് രാവണൻ, സ്ത്രീജിതനല്ല. ലോകത്തുള്ള എല്ലാ നല്ല വസ്തുക്കളും ലങ്കയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. ഏറ്റവും വിശിഷ്ടമായ സൗന്ദര്യം സീതയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് അത് ലങ്കയ്ക്കുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സീതയെ കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട് അതിന്. പക്ഷേ എന്തു തന്നെ ആയാലും അസാൻമാർഗികമായ രീതിയിലൂടെ അസാൻമാർഗികമായി ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുന്നതിന് ഇനി എന്ത് ശ്രീജിതനായാലും അതിനൊരു ന്യായീകരണം പറയാൻ നിർവാഹമില്ലല്ലോ. അപ്പോൾ ആ രാവണനുണ്ടായിരുന്ന ഈ ലോകൈക നായകത്വം എല്ലാവരെയും കീഴടക്കുകയാണല്ലോ. മുനിമാർക്ക് ശല്യം, മുനിമാരെ ഉപദ്രവിക്കുന്നു, ബാക്കി സകല ദേശങ്ങളെയും കീഴടക്കുന്നു, പാതാളത്തെ കീഴടക്കുന്നു, സ്വർഗത്തെ കീഴടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ദ്രനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടുത്തെ കൊടിമരത്തിൽ കെട്ടിയിടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭുജബലത്തിലും വീര്യത്തിലും ആകൃഷ്ടരായിട്ട് ദേവസ്ത്രീകൾ താനേ ഇറങ്ങിപ്പോരുന്നു. രാവണൻ എല്ലാ സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല കേട്ടോ. ഒരുപാട് സ്ത്രീകൾ ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ ഈ വീര്യപ്രതാപത്തിലും ആകൃഷ്ടരായി ധാരാളം സ്ത്രീകൾ ഇറങ്ങിപ്പോന്നു. അങ്ങനെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ധാരാളം വരുന്നുണ്ട്. അന്തഃപുരം നിറയെ സ്ത്രീകളായിരുന്നു. ഈ സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം പേരും രാവണനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. എന്തിന്? ഹനുമാൻ ചെന്നിട്ട് ദൂത് നടത്താൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ രാവണനെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അഹോ വീര്യം അഹോ ബലം, എന്തൊരു സൗന്ദര്യമാണ് ഈ മനുഷ്യന്, എന്തൊരു വീര്യമാണ്, എന്തൊരു ശക്തിയാണ് എന്ന് രാവണനെ കണ്ടിട്ട് പറയുന്നുണ്ട്. ശ്രീരാമൻ ആദ്യമായിട്ട് യുദ്ധരംഗത്ത് വെച്ച് രാവണനെ കാണുമ്പോൾ കുറേ നേരം നോക്കി നിന്നു പോകുന്നുണ്ട് എന്ന് വാൽമീകി രാമായണം പറയുന്നുണ്ട്. കുറേ നേരം ഈ മനുഷ്യൻ്റെ ഈ പ്രതാപം കണ്ട് നോക്കി നിന്നുപോയി. അത്രയ്ക്ക് ഗംഭീരനായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ.
അത്ര ഗംഭീരനായിരുന്നു. ഈ 10 തലയും കയ്യിലുണ്ടായിരുന്നു എന്ന് എനിക്ക് അത് പറയാൻ വയ്യ. അത് ആവശ്യപ്പെടുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്നതാണോ അതല്ല മുഴുവൻ സമയം അത് കയ്യിലുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ 10 പേരുടെ ശക്തിയോ 10 പേരുടെ ചിന്തയോ അങ്ങനെയൊക്കെയുള്ള അസാമാന്യ ബലവീര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ തരത്തിലാണ് ശ്രീജിതനായിട്ടുള്ള രാവണൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭികാമ്യമല്ലാത്ത ആഗ്രഹമാണ് ആ തരത്തിൽ അത് നേടിയത്. ബലപ്രയോഗം കൊണ്ട് നേടുന്നതൊന്നും അത് ശരിയായ നേടലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പല ബലപ്രയോഗങ്ങളോട് നേടിയതിനെ അംഗീകരിക്കേണ്ടി വരും. അതൊരു ശരിയായ കാര്യമാണ്. സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നത് ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ബലപ്രയോഗം കൊണ്ട് നേടുന്നതൊക്കെ ശരിയാണെന്ന് പറയേണ്ടി വരും. ഈ ഇറാനിൽ നിന്ന് നാദിർ ഷാ എന്ന് പറയുന്ന ചക്രവർത്തി ഡൽഹി വഴി കടന്നുപോയി. ഡൽഹി വഴി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ പിടിച്ചെടുക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. മുഗൾ ഭരണത്തിലെ ദുർബലന്മാരായിട്ടുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ നാദിർ ഷാ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2 ആഴ്ചയോ മറ്റോ ഡൽഹിയിലെ സിംഹാസനത്തിൽ കയറിയിരുന്നു. ഇങ്ങനെ വരുന്ന കണ്ടുകൊണ്ട് ഡൽഹിയിലെ ആ സമയത്ത് മുഗൾ ചക്രവർത്തി എഴുന്നേറ്റ് മാറിക്കൊടുത്തു. പുള്ളി അവിടെ കയറിയിരുന്നു. 2 ആഴ്ച അദ്ദേഹം ഇന്ത്യ ഭരിച്ചു കേട്ടോ. നമ്മൾ ആലോചിക്കണം, അതിലെ വന്ന ആളാണ് വെറുതെ. എന്നിട്ട് പോകുന്ന വഴിക്ക് ഇവിടുത്തെ മയൂര സിംഹാസനം എന്ന് പറയുന്ന നല്ല ഗംഭീര സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. പുള്ളി അത് പോകുമ്പോൾ ഇളക്കിക്കൊണ്ട് പോയി. ആരും ചോദിച്ചില്ല കേട്ടോ, എന്തിനാണ് ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നത്, നമ്മുടെ സ്വന്തം സിംഹാസനമല്ലേ എന്ന് ഒരാളും ചോദിച്ചില്ല. അപ്പോൾ അപഹരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നടന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള ആസൂത്രിത കവർച്ചകളെ രാജാക്കന്മാരുടെ നേരിട്ട് നടന്നിട്ടുള്ളതെല്ലാം നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അത് ശ്രീജിതത്വം മാത്രമല്ല, രാവണനെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ ഈ അധികാരം ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അതിനോടൊപ്പം അധികാരത്തോടൊപ്പം ആസക്തി കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഏറ്റവും മോശം ഭരണാധികാരി സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ടാണ് ആസക്തി, അധികാരത്തോടൊപ്പം ആസക്തി കൂടി വരുന്നു. എന്തിനോടുള്ള ആസക്തി? ചിലർക്ക് മണ്ണിനോടുള്ള ആസക്തി ആയിരിക്കും, ചിലർക്ക് പെണ്ണിനോടുള്ള ആസക്തി ആയിരിക്കും. അങ്ങനെ പല പല ആസക്തികളുണ്ടല്ലോ. അപ്പോൾ ആസക്തി വരികയും അധികാരം, നിസ്സീമമായ അധികാരം കയ്യിലുണ്ടാവുകയും ചെയ്തതുകൊണ്ട് ഈ രാമായണം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ രാവണന്റെ പൂർവ്വകഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ആ അധികാരത്തോടൊപ്പം ആസക്തി ചേർന്നിട്ടാണ്. അദ്ദേഹത്തിന് എത്ര സ്ത്രീകളുടെ ശാപമാണെന്നറിയാമോ? പോയ സ്ഥലത്തു നിന്നെല്ലാം സ്ത്രീകളുടെ ശാപം കിട്ടിയിട്ടുണ്ട്. വേദവതിയുടെ ശാപമുണ്ട്, വേറെ അനേകം സ്ത്രീകളുടെ ശാപമുണ്ട്, പുരുഷന്മാരുടെ ശാപമുണ്ട്. ഈ ശാപമെല്ലാം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ അവിവേകത്തോടുകൂടി അധികാരം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പല രാജാക്കന്മാരെ നമുക്ക് കാണിച്ചു തരുന്നത് വഴി നമ്മളോട് രാമായണം പറയുന്നത് നിങ്ങൾ അധികാരം പ്രയോഗിക്കുമ്പോൾ ഏത് തരത്തിൽ വേണം അധികാരം പ്രയോഗിക്കാൻ എന്നാണ്. നിങ്ങൾ ഈ ജനക്ഷേമകരമായിട്ടുള്ള ഭരണം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ജനക്ഷേമകരമായിട്ടുള്ള ഭരണം എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിർവഹിക്കാൻ എന്ന് രാമായണം നമ്മളോട് പറയുന്നു. രാവണൻ ഒരു ദൃഷ്ടാന്തമാണ് കേട്ടോ. രാവണന്റെ ആൾക്കാർക്കൊന്നും രാവണനോട് യാതൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ലങ്കയിലൊക്കെയുള്ള ആളുകൾക്ക് രാവണന്റെ ഭരണം കൊണ്ട് വലിയ സമ്പൽ സമൃദ്ധിയും സന്തോഷവുമായിരുന്നു. പക്ഷേ ലങ്കയ്ക്ക് പുറത്തേക്കാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം, മറ്റ് ആക്ടിവിറ്റികളെല്ലാം ലങ്കയ്ക്ക് പുറത്താണ്. നിങ്ങളിപ്പോൾ എൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കൊരു ഏകാധിപതിക്ക് ആ നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഏകാധിപതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ രാവണന് ലങ്കയിലുള്ള ജനങ്ങൾക്ക്, അവരുടെ ദൈത്യന്മാരായിട്ടുള്ള ദാനവന്മാരായിട്ടുള്ള അസുരന്മാരായിട്ടുള്ള ആളുകൾക്ക്, ലങ്കയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക്, രാവണൻ്റെ പ്രിയജനങ്ങൾക്ക് രാവണനോട് വലിയ ഭക്തിയും വിശ്വാസവും സ്നേഹവുമായിരുന്നു. ഇല്ലെങ്കിൽ ഇത്രയും പേര് ഒരുമിച്ച് മരിക്കാൻ ഇറങ്ങത്തില്ലല്ലോ അയാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ ലങ്കയ്ക്ക് പുറത്തുള്ള രാവണന്റെ പ്രവർത്തനം എന്നത് അധികാരത്തിന്റെ ദുരുപയോഗമായിരുന്നു. അതാണ് വാൽമീകി നമ്മളോട് പറയുന്നത്. സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള അസാമാന്യ ബോധം ഏത് അധികാരിക്കുണ്ടാകുന്നു അത് ഭയങ്കരമായിട്ടുള്ള ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. വേറൊരു നിഗൂഢതയുണ്ട് രാമായണത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവണൻ അമരത്വമാണ് ആവശ്യപ്പെട്ടത്. രാവണൻ അമരത്വം ആവശ്യപ്പെട്ടിട്ട് ചോദിക്കാൻ വിട്ടുപോയി എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതിലെന്താണ്? ഈ മനുഷ്യരെ കുറിച്ച് ചോദിച്ചില്ല. എനിക്ക് അഭയം വേണം, എനിക്ക് ഭയമില്ലാത്ത, മരണത്തെക്കുറിച്ച് ഭയമില്ലാതെ എനിക്ക് നേരിടാൻ പറ്റണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്ഥലത്തും മനുഷ്യന്റെ കാര്യം അദ്ദേഹം ചോദിച്ചില്ല. ഈ ചോദിക്കുമ്പോൾ ദേവദാനവ ഗന്ധർവ കിന്നര യക്ഷ അസുര എല്ലാം ചോദിച്ചു, പക്ഷേ മനുഷ്യനെ കുറിച്ച് ചോദിച്ചില്ല. നമ്മൾ എന്തുകൊണ്ടാണ് രാവണൻ മനുഷ്യനെ കുറിച്ച് ചോദിക്കാതിരുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതല്ലേ? ആ ചോദ്യത്തിന് വാൽമീകി രാമായണത്തിൽ കൃത്യമായ ഉത്തരമുണ്ട്. രാവണന് മനുഷ്യൻ എന്ന ജീവിയെക്കുറിച്ച് യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. മനുഷ്യനെക്കുറിച്ച് യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. രാമായണത്തിൽ ഉടനീളം രാവണൻ സംസാരിക്കുമ്പോൾ മുഴുവൻ മനുഷ്യരെക്കുറിച്ച് പുച്ഛമാണ്. രാമൻ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം അതീവ പുച്ഛത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു ബഹുമാനമല്ല. രാമന്റെ ഗുണഗണങ്ങളൊക്കെ ആളുകൾ പറയുമ്പോൾ അദ്ദേഹത്തോട് മാരീചൻ എന്ന അദ്ദേഹത്തിന്റെ ബന്ധു, അദ്ദേഹം സീതയെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൂടെ ചെന്ന് മായാമൃഗമാവണം,
നീ ഇങ്ങനെ മായാമൃഗമായിട്ട് പോകണം എന്നൊക്കെ പറയാൻ അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ മാരീചൻ അതിനു മുമ്പ് തന്നെ രാമനുമായിട്ട് ഏറ്റുമുട്ടി ചെറിയൊരു പരിക്ക് പറ്റിയ ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, രാമൻ അങ്ങനെയല്ല, രാമൻ ഒരു വിശിഷ്ടനായിട്ടുള്ള ഒരാളാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ്, നീ വെറുതെ പോയിട്ട് ആക്രമണത്തിന് തയ്യാറാവരുതെന്ന് പറയുമ്പോൾ രാവണൻ പറയുന്നത് ഇയാള് തീരെ കൊള്ളരുതാത്തൊരു മനുഷ്യനാണ് നിങ്ങൾ ഈ പറയുന്ന രാമൻ. അയാൾ ഒരു സ്ത്രീ പറയുന്നത് കേട്ട് വയസ്സായ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് വനത്തിപ്പോയവനാണ്, പിന്നെന്ത് നന്മ എന്നാണ് രാവണൻ ചോദിക്കുന്നത്. അയാൾ ഒരു സ്ത്രീ പറഞ്ഞു നിങ്ങൾ 14 കൊല്ലം കാട്ടിൽ പോയി താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ സ്ത്രീ പറയുന്നത് കേട്ട് വയസ്സായ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് പോയ മനുഷ്യനാണ് ഇയാൾ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോഴാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യം ഇയാൾ മാരീചൻ പറയുന്നത്, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ എന്ന്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രാമനെ കുറിച്ച് പറയാം. അത് പറഞ്ഞത് ഒരു ശത്രുവാണ് പറഞ്ഞത് കേട്ടോ. നമ്മളെക്കുറിച്ച് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്ത് പ്രശംസിച്ചാലും നിങ്ങൾ വിചാരിച്ചോണം അതിലൊരു കാര്യമില്ല എന്ന് വിചാരിച്ചോണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശത്രു പറയുകയാണ് നിങ്ങളൊരു മിടുക്കനാണ് എന്ന് നിങ്ങളുടെ ശത്രു പറഞ്ഞാൽ അംഗീകരിക്കാം. ഒരു ശത്രുവാണ് പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞത്. പക്ഷേ രാവണൻ അപ്പോൾ പറഞ്ഞു, ഈ നിങ്ങളീ പറഞ്ഞതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല, എനിക്ക് ഈ മനുഷ്യരെ ഒരു തരത്തിലും പേടിയില്ല. അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ കാര്യം മനുഷ്യനൊരു നിസ്സാര ജീവിയാണ്. ആ മനുഷ്യനെ പോലെ ദുർബലനായിട്ടുള്ള ഒരു ജീവിയിൽ നിന്ന് എനിക്കൊരു ആക്രമണം ഉണ്ടാവാനില്ല, ഒരിക്കലും ഞാൻ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ സാധ്യതയില്ല എന്നാണ് വിചാരിച്ചത്. സീതയോട് പറയുന്ന ഘട്ടത്തിൽ സീതയോട് 2 സ്ഥലത്ത് വെച്ച് പറയുന്നുണ്ട്. സീതയെ കൊണ്ടുപോയിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആദ്യമേ തന്നെ കൊണ്ടുപോയി അശോകവനത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയല്ല ചെയ്തത് കേട്ടോ. ഈ അടുത്ത കാലത്ത് ആരോ അശോക വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഇരുത്തിയിരുന്നതെന്ന് എഴുതി കണ്ടു. അശോക വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, ശിംശപ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഇരുത്തി. ആദ്യം കൊണ്ടുപോയി കൊട്ടാരം കാണിക്കുകയാണ് ചെയ്തത്. രാവണന്റെ ആവശ്യം സീതയെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരും ചെയ്യുന്ന കാര്യമാണ് അയാൾ ചെയ്തത്. അയാൾ കൊണ്ട് കൊട്ടാരം കാണിച്ചു, കൊട്ടാരത്തിലെ സമ്പൽ സമൃദ്ധികളൊക്കെ കാണിച്ചു. എല്ലാം കാണിച്ചിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾക്ക് ഈ രാമനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത്രയും സുഖസൗകര്യങ്ങളുള്ള, നിങ്ങളെ ഇത്രയും നാൾ കാട്ടിലിട്ട് നരകിപ്പിച്ച ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? നിങ്ങൾ ഇവിടെ എൻ്റെ കൂടെ താമസിക്കതാ എന്തൊരു സുഖസൗകര്യങ്ങളാണ് എന്ന് സീതയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് രാവണൻ പറയുന്നത് ഞാൻ എന്നെ അപഹരിച്ചത് മഹാ അപരാധമായി പോയി എന്ന് പറയുമ്പോൾ രാവണൻ അതൊരു അപരാധമല്ല എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? സ്വധർമ്മോ രക്ഷസാം ഭീരു സർവർദ്ധൈവ ന സംശയ ഗമനം വാ പരസ്ത്രീണാം ഹരണം സംപ്രമധ്യവ. ഞങ്ങൾ രാക്ഷസന്മാർക്ക് സ്ത്രീകളെ അപഹരിക്കുന്നതും അവരുടേക്ക് ഗമനം നടത്തുന്നതും അവരെ ബലാത്സംഗം ചെയ്യുന്നതുമൊക്കെ ഞങ്ങൾ രാക്ഷസന്മാർക്ക് ധർമ്മമാണ് എന്നാണ്. അതാണ് എൻ്റെ ന്യായം. ഞങ്ങൾ രാക്ഷസന്മാർക്ക് ധർമ്മമാണെന്നാണ്. നിങ്ങളുടെ ധർമ്മത്തിൽ നിങ്ങൾക്ക് കൊലപാതകം ധർമ്മമാണെങ്കിൽ നിങ്ങൾക്ക് കൊലപാതകം നടത്താമെന്നും, നിങ്ങൾക്ക് ധർമ്മമാണ് ബലാത്സംഗമെങ്കിൽ നിങ്ങൾക്ക് ബലാത്സംഗം നടത്താമെന്നും, അത് ലോകത്തിൻ്റെ നിയമമാണെന്നും വിശ്വസിക്കുന്ന തരത്തിലുള്ള മൂഢത്വം രാവണൻ ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് സീതയോട് പറയുന്നത്. ഒരു സ്ത്രീയോടാണ് പറയുന്നതെന്ന് വിചാരിക്കണം. ഈ വിളിച്ചുകൊണ്ടുവന്ന സ്ത്രീയോട് രാവണൻ സീതയെ ഒട്ടും സ്പർശിച്ചില്ല. രാവണൻ വളരെ അതൊക്കെ സത്യം കേട്ടോ. രാവണൻ ഒട്ടും സ്പർശിക്കുകയോ സീതയെ എന്തെങ്കിലും നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു അഡ്വാൻസ്മെന്റ് നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഒട്ടും അഡ്വാൻസ് ചെയ്തൊന്നുമില്ല. അങ്ങനെ സ്പർശിക്കാൻ ശ്രമിക്കുകയോ പിടിച്ചു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ആ തരത്തിൽ ഒരു ജെന്റിൽമാൻലി ആയിട്ടുള്ള, ആരെ തട്ടിക്കൊണ്ടുപോയാലും തട്ടിക്കൊണ്ടുപോകലിനൊരു മാന്യത ഉണ്ട് എന്നൊരു അന്താരാഷ്ട്ര സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ ബന്ദികളാക്കുന്നവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് കേട്ടോ. ആരും ഉപദ്രവിക്കും എന്നാലും. അപ്പോൾ അതുപോലെ അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ മനസ്സിലിരിപ്പ് ഇതായിരുന്നു. മനസ്സിലിരിപ്പ് വേണമെന്ന് വെച്ചാൽ എനിക്ക് ബലാത്സംഗം ചെയ്യാനും തട്ടിക്കൊണ്ടു പോകാനും എൻ്റെ ധർമ്മം എന്നെ അനുവദിക്കുന്നുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തോന്നൽ. ഈ തട്ടിക്കൊണ്ട് വന്നതിന് ശേഷം, ഞാൻ മനുഷ്യരോടുള്ള പുച്ഛത്തെക്കുറിച്ചാണ് പറയുന്നത്. തട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പ് മാല്യവാൻ എന്ന് പറയുന്ന ആൾ, ഞാൻ നേരത്തെ പറഞ്ഞു, രാവണന്റെ അമ്മയുടെ അമ്മാവനാണ്, മഹാമാതുലനാണ്. അദ്ദേഹം രാമനോട് പറയുന്നു, രാമൻ ഒരു ദിവ്യാംശ സംഭവനായിട്ടുള്ള ആളാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ്, നീ സീതയെ തിരിച്ചു കൊടുത്തേക്ക്, ഇത് വംശനാശത്തിനിടയാക്കും എന്ന് പറയുമ്പോൾ രാവണൻ പറയുന്നത്, മാനുഷം കൃപണം രാമമേകം ശാഖാമൃഗാശ്രയം സമർത്ഥം മന്യസേകേന ത്വക്തം പിത്ര വനാലയം എന്നാണ്. ഈ രാമൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് ആരാണ് കൂട്ട്? അയാൾക്ക് കൂട്ട് ശാഖാമൃഗങ്ങളാണ് എന്നാണ്. കുരങ്ങെന്ന് പോലും അല്ല കേട്ടോ, വാനരൻ എന്നൊന്നും വിളിക്കാൻ വേണ്ട ബഹുമാനം കൊടുക്കേണ്ടതില്ല കുരങ്ങുകൾക്കെന്ന് രാവണൻ തീരുമാനിച്ചിട്ടുണ്ട്. ശാഖാമൃഗങ്ങളാണ്.
ഈ മരത്തിൻ്റെ കൊമ്പിലൊക്കെ ചാടി ചാടി നടക്കുന്ന ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. പിന്നെ ഇയാളെക്കുറിച്ച് ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യം വീണ്ടും ആവർത്തിക്കാം. ഇയാളുടെ അച്ഛൻ വനത്തിലേക്ക് ആട്ടിപ്പായിച്ചതാണ്. അങ്ങനെയുള്ള ഒരുത്തനെ കൂടെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് രാവണൻ്റെ മാനിഫെസ്റ്റോ വരുന്നത്. രാവണൻ്റെ മാനിഫെസ്റ്റോ ഇതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് രാവണൻ എന്ന വ്യക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ചിലപ്പോൾ രണ്ടായി പിളർന്നു പോയേക്കാം, ദ്വിധാഭജ്യേയം എന്നാണ്. ഞാൻ രണ്ടായി പിളർന്നു പോയേക്കാം, എന്നാലും ഞാൻ ആരുടെ മുന്നിലും കുനിയില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, തിന്മയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഞാൻ ആ തിന്മയുമായിട്ട് ജനിച്ച ആളാണ്. ആർക്കാണ് പ്രകൃതം മാറ്റാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് പ്രകൃതം മാറ്റാൻ കഴിയുക? നിങ്ങൾക്കൊരു പ്രകൃതമുണ്ട് കേട്ടോ. അതിനെയാണ് മനുഷ്യ പ്രകൃതി എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കൊരു പ്രകൃതിയുണ്ട്. നിങ്ങളുടെ ബാല്യം, കൗമാരം, നിങ്ങളുടെ ശൈശവം, നിങ്ങളെ കൊണ്ടുവന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല കേട്ടോ. നിങ്ങൾ എങ്ങനെ നല്ല വസ്ത്രം ധരിച്ചാലും, നിങ്ങൾ ആരെ പേടിച്ച് നിങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞാലും, നിങ്ങൾ ആരെ പേടിച്ച് സദാചാരിയായി ജീവിച്ചാലും, നിങ്ങളുടെ പ്രകൃതം അധമമാണെങ്കിൽ നിങ്ങളിൽ നിന്നത് പുറത്തു വന്നിരിക്കും. ഇതെൻ്റെ പ്രകൃതമാണെന്നാണ് രാവണൻ പറഞ്ഞത്. ഇതെൻ്റെ പ്രകൃതമാണ്. ആർക്കാണ് പ്രകൃതം മാറ്റാൻ കഴിയുക? ഈ സ്ഥിരത, ഈ കടുംപിടുത്തം, ഇതൊക്കെ എൻ്റെ ജനനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് മോചനമില്ല. എന്നിട്ട് മാല്യവാനോട് വളരെ ബ്ലൈറ്റൻ്റ് ആയിട്ട് ഒരു വലിയ പ്രസ്താവന നടത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഈ ഉപദേശത്തെ ഞാൻ പൂർണ്ണമായും നിരാകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പൂർണ്ണമായും നിരാകരിക്കുന്നു. ഇതിനപ്പുറം പിന്നെ രാവണനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല കേട്ടോ. രാവണൻ ഇതായിരുന്നു രാവണൻ. ഈ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, കീഴടങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. ആ കീഴടങ്ങാൻ കഴിയില്ല എന്ന വ്യക്തിത്വത്തോടൊപ്പം അമിതമായ ശക്തി അയാൾക്കുണ്ടാവുകയും ആയുധബലമുണ്ടാവുകയും അയാൾക്ക് മരണം ലഭിക്കില്ല എന്ന് പറയുന്നൊരു വരം കയ്യിൽ ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും വലിയ പ്രവർത്തനം ഉണ്ട്. ഇത്തരം ഒരു ചിന്താഗതിയുള്ള ഒരാൾക്ക് ആയുധം കയ്യിൽ വരുന്നതൊക്കെ വലിയ അപകടമാണ് കേട്ടോ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ കയ്യിൽ ആയുധം കയ്യിൽ വരുന്നു. അയാളെ ശ്രീപാർവതി പോലും ശപിച്ചിട്ടുണ്ട് കേട്ടോ. നന്ദികേശ്വരൻ ശപിച്ചിട്ടുണ്ട്. ഈ കൈലാസത്തിൽ ചെന്നിട്ട് നിങ്ങൾ രാവണ വിജയം എന്ന് പറയുന്ന നാട്ടക്കഥ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞോളൂ. ഞാൻ കണ്ടിട്ടുണ്ട്. ചെങ്ങന്നൂർ രാമൻപിള്ള നടക്കാൻ വയ്യാത്ത കാലമായപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട്, മുഖത്തല ക്ഷേത്രത്തിൽ വന്നിട്ട് അദ്ദേഹം കസേരയിൽ ഇരുന്നിട്ട് രാവണ വേഷം കിട്ടുന്നുണ്ട്. ഹരിപ്പാട് രാമകൃഷ്ണപിള്ള മുതൽ പ്രധാനപ്പെട്ട കത്തിവേഷക്കാരൊക്കെ രാവണൻ്റെ വേഷം കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കൈലാസാധാരണമുണ്ട്. കൈലാസം എടുത്ത് അമ്മാനമാടുക, അതിഗംഭീരമാണ് കഥകളിയിൽ അത് കാണാൻ. കൈലാസം എടുത്ത് അമ്മാനമാടാൻ പോകുമ്പോൾ ഇയാളെ നന്ദികേശ്വരൻ തടഞ്ഞു. നന്ദികേശ്വരന് കാളയുടെ മുഖമാണല്ലോ. അപ്പോൾ അയാൾക്ക് നന്ദികേശ്വരൻ തടഞ്ഞപ്പോൾ ഇയാൾ നന്ദികേശ്വരനെ ബോഡി ഷെയിം ചെയ്തു. ഈ കാളയുടെ മുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ നന്ദികേശ്വരനെ ആക്ഷേപിച്ചു. അപ്പോൾ നന്ദികേശ്വരൻ ഇയാളെ എതിർക്കാനുള്ള ഒരു ശക്തി പോരാത്തത് കൊണ്ട് നന്ദികേശ്വരൻ ഇയാളെ ശപിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്ത പണികളൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് മനുഷ്യനെ കുറിച്ച് ബോധ്യമുണ്ടാവുന്ന രണ്ട് സന്ദർഭങ്ങൾ വാൽമീകി രാമായണത്തിലുണ്ട്. അത് നമ്മളുടെ യുദ്ധകാണ്ഡത്തിൻ്റെ 59-60 സർഗങ്ങളിലാണ്. യുദ്ധകാണ്ഡത്തിൽ യുദ്ധം നടക്കുകയാണ്. കൊടും യുദ്ധം നടക്കുന്നു. രാമനുമായിട്ട് ഏറ്റുമുട്ടി ശരമാരിയേറ്റ് തളർന്ന് ദേഹം മുഴുവൻ മുറിഞ്ഞ് രഥമൊക്കെ നഷ്ടപ്പെട്ട് വെറും നിലത്ത് രാവണൻ നിൽക്കുമ്പോൾ രാമൻ യുദ്ധം നിർത്തിവെച്ചു. ശ്രീരാമൻ യുദ്ധം നിർത്തിവെച്ചിട്ട് രാവണനോട് പറഞ്ഞു, അല്ലയോ രാവണ, നിങ്ങൾ നല്ല ഒരു യോദ്ധാവാണ്, പക്ഷേ നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂട്ടരെ എത്രയോ പേരെ നിങ്ങൾ വധിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ആക്രമണത്തിനില്ല. നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഒരു മികച്ച യോദ്ധാവിനോട് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി നന്നായി ഉറങ്ങണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറേ ദിവസമായിട്ട് ഉറക്കമില്ല, യുദ്ധം നടക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി നന്നായി ഉറങ്ങണം. ഉറങ്ങിയിട്ട് നിങ്ങൾ സ്വസ്ഥമായി ഇരുന്നിട്ട് നിങ്ങൾ ആയുധങ്ങളും തേരുമൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരൂ, നമുക്കപ്പോൾ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് രാവണന് അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തിരിച്ചു ചെന്നിട്ട് അദ്ദേഹം ഓർക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഈ വരം അപൂർണമായി പോയി എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഇയാൾ എന്നെ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായി പരാജയപ്പെട്ടു എന്ന് രാവണൻ പറയുന്ന മുഹൂർത്തമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വാൽമീകി രാമായണത്തിൽ ഒരു പക്ഷേ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വില്ലനാണ് രാവണൻ. ഏറ്റവും മികച്ച വില്ലനെ സൃഷ്ടിച്ചത് വാൽമീകിയാണ്. ദുര്യോധനന് പോലും ഇല്ല കേട്ടോ. നമ്മൾ മഹാഭാരതം വായിക്കുമ്പോൾ അതിലെ ദുര്യോധനനൊന്നും രാവണന്റെ പ്രഭാവമില്ല. രാവണന്റെ പ്രഭാവമുള്ള ഒരു വില്ലന്റെ പ്രകാശമാണ് ശ്രീരാമന്റെ വിജയം കേട്ടോ. എപ്പോഴും ഏത് കഥയിലും വില്ലൻ നല്ല ബലത്ത വില്ലനാണെങ്കിൽ മാത്രമേ നമുക്ക് നായകനോട് ബഹുമാനം തോന്നൂ. ദുർബലനായ വില്ലനെ ആക്രമിക്കുന്ന നായകനോട് നമുക്ക് ഒരു ബഹുമാനവും തോന്നില്ല.
ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വില്ലനാണ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഏകദേശ മാതൃകയിലാണ് നമ്മളുടെ ധർമ്മരാജായിൽ CV രാമൻപിള്ള ഹരിപഞ്ചാനനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഉഗ്രഹരിപഞ്ചാനനെ ശരിക്കും രാവണ പ്രഭാവനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിക്കും ഏകദേശം അതുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യനാണ് പറയുന്നത്, അയാൾക്ക് തിരിച്ചറിവുണ്ടാവുന്നു, നിസ്സഹായത ഉണ്ടാവുന്നു. ഞാൻ ഒരു മനുഷ്യനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു എന്ന് പറയുന്ന നിസ്സഹായതയുണ്ട്. ഇത് മറ്റൊരിക്കൽ കൂടി ആവർത്തിക്കുന്നുണ്ട്. ഇത് ചെന്നിട്ട് അദ്ദേഹം സദസ്സിലിരുന്നിട്ട് അവിടെയുള്ള ബാക്കിയുള്ള രാക്ഷസന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ഈ നിസ്സഹായത പറയുന്നുണ്ട്. രണ്ടാമതൊരു സന്ദർഭം ഇതുപോലെ തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം രാവണന് തളർച്ച ഉണ്ടാവും. രാവണന് എത്ര വയസ്സുണ്ടെന്നറിയാമോ? ശ്രീരാമന് ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് 35-40 വയസ്സേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ 45 വയസ്സ്. രാവണന് 10,000-കണക്കിന് വയസ്സുണ്ട്. വളരെ വൃദ്ധനായിട്ട് ആ 10,000-കണക്കിന് വയസ്സുള്ള ആളാണ് 21 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ഇങ്ങനെ ഒരു തോന്നിവാസത്തിന് മുതിർന്നത്. പ്രായവ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ഈ യുദ്ധം ചെയ്ത് തളരുമ്പോൾ തേരാളിക്ക് മനസ്സിലായി ഇദ്ദേഹം തളരുന്നു. അപ്പോൾ അയാൾ തേരൊരു സ്ഥലത്തേക്ക് മാറ്റി ഈ നേരിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ രാവണന് വലിയ ക്ഷീണമുണ്ടായി. രാവണൻ ചോദിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങനെ മാറ്റി നിർത്തിയത്? എൻ്റെ എതിരാളിയെ അവരെന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ തേരാളി പറഞ്ഞു മനസ്സിലാക്കി, അങ്ങേക്ക് നല്ല ക്ഷീണമുണ്ട്, ഇപ്പം അങ്ങ് യുദ്ധം ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വീണ്ടും രാവണൻ പറയുന്നുണ്ട്, ഈ മനുഷ്യനോട് ഏറ്റുമുട്ടിയിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. ഇനി അവഗണിക്കപ്പെട്ട, നമ്മളെവിടെയും ഏത് ചരിത്രത്തിലും നിങ്ങൾ അവഗണിച്ച, നിങ്ങൾ ചവിട്ടിയരച്ച, നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച സമൂഹത്തെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് നേർക്കുനേർ നേരിടേണ്ടി വരും. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഒഴിവാക്കി വിട്ട, സ്ഥാനങ്ങൾ നിഷേധിച്ച, അങ്ങനെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പാർശ്വങ്ങളിലേക്ക് വശങ്ങളിലേക്ക് തള്ളി മാറ്റിയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ മുഖാമുഖം നേരിട്ടിട്ട് ഞാൻ ഇയാളോട് തോറ്റുപോയല്ലോ എന്ന് പറയേണ്ട ഒരു സന്ദർഭം വരും. അത് വാൽമീകി കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ, ഈ അതിപ്രതാപവാനായിട്ടുള്ള, ഈ ഭീകരനായിട്ടുള്ള ഈ മനുഷ്യൻ്റെ, യുദ്ധപ്രതാപിയുടെ, വെറും യുദ്ധക്കാരനല്ല, യുദ്ധപ്രതാപിയാണ്, യുദ്ധത്തിൽ അസാമാന്യമായ പ്രതാപം കാണിക്കുന്ന ഇദ്ദേഹം ഈ തരത്തിൽ ദുർബലനാവുന്ന സന്ദർഭങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാൽമീകി നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു സന്ദർഭം ഏതൊരാൾക്കും വരും എന്നാണ്. യുദ്ധമൊക്കെ നടക്കുകയും രാവണനെ വധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാവണന്റെ വേറെ ഈ ഒരു വലിയ ഗുണങ്ങളിലൊന്നും നമ്മൾ പറഞ്ഞാൽ രാവണൻ അസാമാന്യമായ സഹോദര സ്നേഹമുള്ള ആളായിരുന്നു. രാമായണം തന്നെ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചു നോക്കിയാൽ സഹോദര ബന്ധങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു കാവ്യം കൂടിയാണ് കേട്ടോ. സഹോദര ബന്ധങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന കൂടിയാണ്. ഈ 4 സഹോദരന്മാർ, രാമൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ എന്ന് 4 സഹോദരന്മാർ. ഈ 4 സഹോദരന്മാർ തമ്മിൽ, ഈ 2 പേര് തമ്മിലാണ് ബന്ധം. അതിൽ ഒരേ അമ്മയ്ക്ക് ജനിച്ചവർ തമ്മിലല്ല ബന്ധം, അല്ലാത്ത 4 പേർ തമ്മിലാണ്. അതിലെ ഓരോ സഹോദരന്മാരുടെയും കാര്യം എടുത്തു നോക്കണം. ഒരു സഹോദരൻ തനിക്ക് ഒരു കാരണവശാലും പോകേണ്ടതില്ലാത്തൊരു സ്ഥലത്തേക്ക് രാമന്റെ പിന്നാലെ പോയി 14 വർഷം ഉറക്കമുളച്ച് കാവലിരുന്നു രാമനും സീതയ്ക്കും. അയാൾ സീതയെ നേരെ നോക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഈ സീതയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ കിഷ്കിന്ധയിൽ ചെന്നിട്ട് ശ്രീരാമൻ സീത കുറച്ച് ആഭരണങ്ങൾ ഒരു പഴയ തുണിയിൽ കെട്ടിയിട്ട് താഴേക്ക് ഇട്ട് കൊടുത്തു. അത് ഈ ഋഷ്യമൂകാചലത്തിലാണ് വന്ന് വീണത്. അപ്പോൾ അതെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നുണ്ട്, ഇത് സീതയുടെ ആഭരണങ്ങളാണോ എന്ന് നീ ഒന്ന് നോക്കി പറയൂ എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ നോക്കിയിട്ട് പറയുന്നു, ഈ മാലയും വളയും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നാഹം ജാനാമി കേയൂരെ, നാഹം ജാനാമി കങ്കണേ, എനിക്ക് ഈ കേയൂരം അറിഞ്ഞുകൂടാ, കങ്കണം അറിഞ്ഞുകൂടാ, എനിക്ക് ആകെ പാദസരം മാത്രമേ അറിയാവൂ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് സീതയുടെ പാദങ്ങളിൽ മാത്രം നോക്കി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ മനുഷ്യപ്രകൃതി വെച്ച് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും അങ്ങനെ അല്ലാത്ത ചിലരും ജീവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നമുക്ക് ലക്ഷ്മണൻ എന്ന അസാമാന്യ സൗഹൃദത്തിൻ്റെ പ്രതീകം, അധികാരം വെച്ച് നീട്ടപ്പെട്ടിട്ട് ആ അധികാരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രതീകമായി ഒരു മെതിയടി നാട്ടിൽ വന്ന് കണ്ടുപിടിച്ചിട്ട് ആ മെതിയടി കൂടെ കൊണ്ടുപോവുക ചെയ്യുന്നത് കേട്ടോ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പോൾ നഗ്നപാതനായിട്ടാണ് പോയത്. അപ്പോൾ ഈ ഭരതൻ 2 മെതിയടി ഇതിൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അധികാരം സ്വീകരിക്കുകയാണെങ്കിൽ ശ്രീരാമൻ ആ വ്രതം ലംഘിച്ചല്ലോ, അപ്പോൾ മെതിയടിയിട്ട് കൊണ്ടുപോരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ മെതിയടിയുമായിട്ട് വന്ന് രാജഭരണം 14 കൊല്ലം രാജ്യം ഭരിച്ചിട്ട് തിരിച്ച് ശ്രീരാമനെ ഭരണമേൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അങ്ങ് കൃത്യമായി പരിശോധിക്കണം, ഇവിടുത്തെ ഖജനാവിൽ എത്രയോ അധികം സമ്പത്ത് കൂടിയിരിക്കുന്നു, സൈന്യം കൂടിയിരിക്കുന്നു, നാട്ടുകാരുടെ ക്ഷേമം കൂടിയിരിക്കുന്നു. ഞാൻ ഈ 14 കൊല്ലം അങ്ങയുടെ പ്രതിനിധിയായിട്ട് ഭരിച്ചിട്ട് രാജ്യത്തിന് മേന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഭാഗം രാമായണത്തിലുണ്ട് കേട്ടോ. പിന്നെ 2 സഹോദരന്മാരെ നമ്മൾ കാണുന്നു, ബാലിയും സുഗ്രീവനും പരസ്പരം കലഹിക്കുന്ന 2 സഹോദരന്മാരെ കാണുന്നു.
അതിൻ്റെ കാരണമൊക്കെ നമുക്ക് വളരെ വിശദമായി വേറെ പറയേണ്ടി വരും. അപ്പോൾ 2 സഹോദരന്മാരെ കാണുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് 4 പേരാണ്. അതിലൊന്ന് പെൺകുട്ടിയാണ്, സ്ത്രീയാണ്, ശൂർപ്പണഖ. ബാക്കി രാവണനും കുംഭകർണനും വിഭീഷണനും എന്ന് 3 സഹോദരന്മാർ. ഈ 3 സഹോദരന്മാർ, രാവണനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ 3 സഹോദരന്മാരെ കുറിച്ചൊന്ന് പറയട്ടെ. ഈ കുംഭകർണൻ എന്ന സഹോദരൻ വലിയ വരമൊക്കെ വാങ്ങിയെങ്കിലും വർഷത്തിൽ 6 മാസം ഉറങ്ങുന്നതുകൊണ്ട് രാവണന് കാര്യമായി പ്രയോജനമുണ്ടാവാത്ത, എന്നാൽ ഉണർന്നു കഴിഞ്ഞാൽ രാവണന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അയാൾ രാവണനോട് പറയുന്നുണ്ട്, കുംഭകർണൻ്റെ രാവണനുമായിട്ടുള്ള സംവാദം സത്യം പറഞ്ഞാൽ നിത്യവും എടുത്ത് വായിച്ചു പഠിക്കേണ്ടതാണ്. അയാൾ സഹോദരനോട് പറയുന്ന ന്യായങ്ങളുണ്ട്. സീതയെ തിരിച്ചു കൊടുക്കണം, ഈ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു അധർമ്മമാണ്, സീതയെ തിരികെ നൽകണം എന്ന് പറഞ്ഞ് രാവണനോട് ഉപദേശിക്കുന്നതിൻ്റെ വലിയ ഉപദേശമുണ്ട് രാവണനെ ഉപദേശിക്കുന്നത്. പക്ഷേ യുദ്ധമുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കും, ഞാൻ മരിക്കും അങ്ങേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സഹോദരൻ. വേറൊരു സഹോദരൻ വിഭീഷണൻ രാവണനോട് ന്യായവാദങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല, എനിക്ക് അങ്ങയോട് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എതിർപക്ഷത്തേക്ക് പോകുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സമയത്ത് വിഭീഷണനെ കൊല്ലാൻ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിണങ്ങിപ്പോകുമ്പോൾ വേണമെങ്കിൽ വിഭീഷണനെ കൊല്ലാവുന്നതേ ഉള്ളൂ, തടവിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യാൻ മുതിർന്ന രാക്ഷസന്മാരായിട്ടുള്ള മന്ത്രിമാരോടും സൈന്യത്തോടും രാവണൻ പറയുന്നത്, ഇതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്, അവൻ പൊയ്ക്കോട്ടെ എന്നാണ്. രാവണൻ്റെ സഹോദര സ്നേഹം ഉണ്ടല്ലോ, നമ്മൾ മാതൃകയാക്കേണ്ട സഹോദര സ്നേഹമാണ്. അയാളുടെ സഹോദരിക്ക് മുറിവേറ്റു എന്ന് പറഞ്ഞ കാരണം കൂടിയാണ് സീതയെ തട്ടിയെടുക്കാൻ കാരണമായത്. സീതയെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച് പ്രശംസിച്ച് കേട്ടത് ഒരു കാരണമാണെങ്കിലും മറ്റൊന്ന് സ്വന്തം സഹോദരിക്ക് ക്ഷതമേറ്റു എന്നതുകൂടിയാണ്. അത്തരത്തിൽ സഹോദര സ്നേഹത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക കൂടിയാണ് രാവണൻ രാമായണത്തിൽ. അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അങ്ങനെ നമ്മൾ രാമായണത്തെ പരിശോധിക്കുമ്പോൾ രാവണൻ്റേതുമാണ് രാമായണം എന്ന് പറഞ്ഞാൽ രാവണൻ്റേതുമാണ് രാമായണം എന്നല്ല, രാമായണം രാമൻ്റേതും രാവണൻ്റേതുമാണ്. 2 പേരുടെയും കൂടെയാണ് രാമായണം. ഒന്നിന് പരസ്പരം പ്രതിപൂരകമായി തീരുന്ന തരത്തിലാണ്, അനുപൂരകമായി തീരുന്ന തരത്തിലല്ല. അനുപൂരകമാകുക എന്ന് പറഞ്ഞാൽ ചേർന്ന് പോവുക എന്നാണ്. പ്രതിപൂരകമാവുന്നു. നേരെ വിപരീത ദശയിൽ പൂരിപ്പിക്കാൻ കഴിയുന്ന 2 ജീവിതങ്ങൾ സമാന്തരമായി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വാൽമീകി നമ്മളോട് മാതൃകാ മനുഷ്യൻ്റെ കഥ പറയുന്നത്. രാവണൻ്റെ നിഗ്രഹം വരെയുള്ള രാവണൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ദയനീയമായി പോയി. ഒരു കാലം അയാളുടെ ബാല്യം എത്രമാത്രം അരക്ഷിതമായിരുന്നോ, എത്രമാത്രം ദുഃഖകരമായിരുന്നോ, അതിൽ നിന്ന് പ്രതാപത്തിൻ്റെ വലിയ കൊടുമുടിയിലെത്തിയ ശേഷം അവിടെ നിന്നും വലിയ ഭീകരമായിട്ടുള്ള അധപ്പതനത്തിലേക്ക് അവസാനം ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ പോലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മക്കളും എല്ലാം മരിച്ച ശേഷം, സൈനികർ നേതാക്കന്മാരെല്ലാം മരിച്ച ശേഷം ഒറ്റയ്ക്ക് നിന്ന് ഒരു വംശത്തിന് വേണ്ടി പോരാടേണ്ടി വരുന്ന ഒരാളുടെ വലിയ സന്ദിഗ്ധത അനുഭവിച്ച്, വലിയ സംഘർഷം അനുഭവിച്ചാണ് രാവണൻ രാമായണത്തിൽ അവസാനിക്കുന്നത്. നമ്മൾ രാമായണം വായിച്ചു തീരുമ്പോൾ, രാമായണം പഠിച്ചു തീരുമ്പോൾ ഇപ്പോഴും രാവണൻ നമ്മളുടെ മനസ്സുകളിൽ ബാക്കിയാവുന്നത് അത് ഈ തരത്തിലുള്ള അസാമാന്യമായിട്ടുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിലൊന്നും രാവണന് പ്രഭാവമുണ്ട്, പക്ഷേ രാവണൻ ഈ തരത്തിലുള്ള ഒരു പ്രഭാവമല്ല. രാവണൻ്റെ വ്യക്തി ജീവിതത്തിലെ ഈ തരം സൂക്ഷ്മമായ നന്മകളെ, സൂക്ഷ്മമായ മേന്മകളെ ഒന്നും എഴുത്തച്ഛൻ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തില്ല. എഴുത്തച്ഛനെ സംബന്ധിച്ച് ഈ ഭക്തി എന്ന വലിയ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പ്രധാനം. കമ്പരാമായണത്തിലായാലും അങ്ങനെ തന്നെയാണ്. പലതരം കഥകൾ, സീത രാമൻ്റെ മകളാണ് എന്ന് പറയുന്ന കഥയുണ്ട്. രാവണപുത്രി എന്ന് പറയുന്ന, നമ്മൾ വയലാറിൻ്റെ ഗംഭീരമായിട്ടുള്ള കവിത വായിച്ചിട്ടുണ്ടല്ലോ, സീത രാമൻ്റെ പുത്രിയാണ് എന്ന് പറയുന്ന രാമായണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ അസാമാന്യ പ്രതിഭാശാലിയായിട്ടുള്ള കവി നമ്മൾക്കെല്ലാവർക്കും വേണ്ടി ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുമെന്നാണല്ലോ പറയുന്നത്. രാമായണത്തെക്കുറിച്ച് പറയുന്നത് സമുദ്രങ്ങൾ ഉള്ളിടത്തോളം കാലം, പർവ്വതങ്ങൾ ഉള്ളിടത്തോളം കാലം, അങ്ങനെ ഈ ഭൂമിയിലെ സസ്യ ഹരിത സമൃദ്ധി ഉള്ളിടത്തോളം കാലം രാമായണം നിലനിൽക്കും എന്നാണ് എഴുത്തുകാരൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. പുറത്തുള്ള ആളല്ല പറയുന്നത്, എഴുത്തുകാരൻ തന്നെയാണ് പറയുന്നത്. ആ ആത്മവിശ്വാസമുണ്ടല്ലോ, ഞാൻ ഈ സൃഷ്ടിച്ച കൃതി ലോകത്തിൻ്റെ വെളിച്ചമായി എല്ലാ കാലവും നിലനിൽക്കുമെന്ന് പറയാനുള്ള വാത്മീകിയുടെ ആ കവിത്വത്തിൻ്റെ ബലമാണ്. മഹാഭാരതം എഴുതിയ കവി പറഞ്ഞു, യതിഹാസ്തി തദന്യത്ര എന്നെ ഹാസ്തിന കുത്രചിത്ത് എന്ന് പറഞ്ഞു. ഇതിനകത്തില്ലാത്തതൊന്നും ലോകത്തുണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. ഇതിനകത്തുണ്ടായിരിക്കും, സകലതും ഇതിനകത്തുണ്ട്. യതിഹാസ്തി തദന്യത്ര, എല്ലാം ഇതിനകത്തുണ്ട്, ഇതിലില്ലാത്തതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണ ബന്ധങ്ങളെക്കുറിച്ചുള്ള സകല സംഭവങ്ങളും
മഹാഭാരതത്തിലുണ്ട്. രാമായണവും അങ്ങനെ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും എന്ന് നമ്മളോട് വാൽമീകി പറഞ്ഞു. അപ്പോൾ രാവണനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. രാവണന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം കാര്യങ്ങൾ ഇനിയും ഞാനിതിൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. അത് ഒരു ഏകാധിപതി എന്ന നിലയിൽ രാവണനിൽ ആസക്തിയും തിന്മയും വർദ്ധിച്ചതുകൊണ്ടുണ്ടായിട്ടുള്ള തിന്മകൾ എന്തൊക്കെയാണെന്ന് പറയാനൊന്ന് ശ്രമിച്ചു ഞാൻ. രണ്ടാമത് രാവണന്റെ ചില നന്മകൾ എന്തൊക്കെയാണെന്ന് പറയാൻ ശ്രമിച്ചു. നല്ല വൈണികനായിരുന്നു, വീണ വായിക്കുമായിരുന്നു, നല്ല കവിതകൾ എഴുതുമായിരുന്നു. രാവണൻ്റേതാണെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു നമ്മുടെ ശിവതാണ്ഡവ സ്തോത്രമുണ്ട്. ജഡാട വികള ജ്വലൽ പ്രവാഹ പാവിതസ്ഥലെ ഗളേവലം വിലംബിതാം ഭുജംഗ തുംഗ മാലികാം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള എന്താണ് അടുത്ത പദ്യം ഉണ്ടല്ലോ. ജഡാകടാഹ സംഭ്രമം ഭ്രമം നിലംബ നിർജ്ജരി വിലോല വീചി വല്ലരി വിരാജമാന മൂർധനി ധഗത് 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 ജ്വലല്ലാട പട്ടപാവകെ കിശോര ചന്ദ്രശേഖരെ രതിപ്രദക്ഷിണം അമ്മ എന്നൊക്കെ പറയുന്ന അത് കേൾക്കുമ്പോൾ തന്നെ രാവണൻ എഴുതിയതാണെന്നൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ഘോഷാക്ഷരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. രാവണനാണ് ശിവസ്തുതി എഴുതിയത്. വലിയ ശിവഭക്തനായിരുന്നു, വലിയ വൈണികനായിരുന്നു, നല്ല വേദാന്തിയായിരുന്നു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു അപാകം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലുണ്ടായിപ്പോയി എന്നതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എൻ്റെ പ്രകൃതത്തിലുള്ളതാണിത്, ഇത് മാറ്റാൻ സാധ്യമല്ല, ഞാൻ മരിക്കുകയേ ഉള്ളൂ, വേറൊരാളുടെ മുമ്പിൽ ഞാൻ തലകുരിച്ച് കീഴടങ്ങില്ല എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് വാൽമീകി സൃഷ്ടിച്ചത്. അത്രയും വലിയൊരു വില്ലനെ ഒന്നും ആരും സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വളരെ കുറച്ച് വായനയൊക്കെ എനിക്കുമൊക്കെ ഉണ്ടാവും. ഞാനങ്ങനെ ലോകത്തോളം മുഴുവൻ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല കേട്ടോ. വായിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം ഇത്രയും ഗംഭീരനായ ഒരു പ്രതിനായക കഥാപാത്രത്തെ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയും. അത്ര ഗംഭീരനായിട്ടുള്ള പ്രതിനായക കഥാപാത്രമാണ് ഹനുമാൻ. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഹനുമാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഹനുമാന്റെ മുമ്പിൽ ഇദ്ദേഹം പതറിപ്പോകുന്ന ഒരു സന്ദർഭത്തിൽ ഹനുമാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ വിചാരിക്കരുത് എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് വെറുതെ വിടുന്നതെന്ന് നീ വിചാരിക്കരുത്. നിന്നെ ശ്രീരാമനാണ് കൊല്ലേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. നീ ഒരു കാര്യം കൂടി നീ ഓർക്കണം, നീ വരം ചോദിച്ചപ്പോൾ നീ മനുഷ്യരെ മാത്രമല്ല വിട്ടുകളഞ്ഞത്, വാനരന്മാരെയും വിട്ടുകളഞ്ഞു എന്ന് നീ ഓർക്കണം എന്ന് ഹനുമാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹനുമാന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അസാമാന്യമായ രാമഭക്തൻ. ഈ ഹനുമാനെ പോലൊരു കഥാപാത്രത്തെ നമുക്ക് വേറെ കണ്ടുകിട്ടുക സാധ്യമല്ല കേട്ടോ. ഇങ്ങനെ ഒരു ഗംഭീരനായിട്ടുള്ള കഥാപാത്രം, യാതൊരു സ്വേച്ഛ, ഒരു തരം സ്വാർത്ഥതയും ഇല്ല, ഒന്നും നേടാനില്ല. രാമന്റെ ഭക്തി കൊണ്ടൊന്നും നേടാനില്ല, രാമന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടൊന്നും നേടാനില്ല. പക്ഷേ ഭക്തി എന്നത് അചഞ്ചലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞുപോയ അസാമാന്യമായ ഒരു വികാരത്തിന് വേണ്ടി ബ്രഹ്മചാരിയായി, യോഗവിദ്യകളുടെ മുഴുവൻ അധിപനായി, അസാമാന്യമായിട്ടുള്ള ഈ 3 മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ശ്രീരാമനും ലക്ഷ്മണനും എല്ലാം തളർന്ന് വീണ് ഈ 2 തവണ രാവണൻ അവരെ മയക്കി കിടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മയങ്ങി വീണ് കഴിഞ്ഞിട്ട് ആ മയങ്ങി കിടക്കുമ്പോൾ ജാമ്പവാൻ മാത്രം പതുക്കെ അതിൽ നിന്ന് കണ്ണ് തുറന്ന് മയക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ചോദിക്കും, ഇവിടെ മാരുതി ഉണ്ടോ മരിച്ചോ എന്ന് ചോദിക്കും. എല്ലാവരും മരിച്ചുപോയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാരുതി ഉണ്ടോ മരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹനുമാൻ അതിനകത്ത് നിന്ന് ഉണർന്നിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ജാമ്പവാൻ പറയുന്നു, ഹനുമാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ, മാരുതി ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ഇനി ഒന്നും ഭയക്കാനില്ല. മാരുതി മരിച്ചു പോയെങ്കിൽ എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വാൽമീകി രാമായണത്തിൽ. അതുകൊണ്ട് മാരുതി ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തൊഴുന്ന ഒരാളാണ് കേട്ടോ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്ന കാലത്ത് കേട്ട ഒരു കാര്യം, ഇവിടെ ആദ്യമായിട്ട് വരുന്നയാൾ ആദ്യം വിചാരിക്കുന്ന കാര്യം നടക്കുന്നതാണ്. അങ്ങനെ കേട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ട് വന്ന കാര്യമല്ല, വേറെന്തോ ആയിരിക്കും വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വിശ്വാസം ഈ ക്ഷേത്രത്തെ പറ്റി ഉണ്ടെന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഇടശ്ശേരിയുടെ കവിത കൂടി ഓർത്തുകൊണ്ട് ഹനുമൽ സന്നിധിയിൽ നിന്നുകൊണ്ട് രാമായണത്തെക്കുറിച്ച് 1 മണിക്കൂർ നിങ്ങളോട് സംസാരിക്കാൻ ഇടയായി എന്നത് ഒരു മഹാഭാഗ്യമായി വിചാരിക്കുകയും അതിന് അവസരം ഒരുക്കിയ ദേവസ്വം ബോർഡിന് കൃതജ്ഞതയുണ്ട് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്ത് നിങ്ങളുടെ എല്ലാം സ്നേഹവും സന്തോഷവും മാത്രം അർത്ഥിച്ച് ഞാൻ ഇത് ഉപസംഹരിക്കുന്നു. ഇപ്പോൾ 58 മിനിറ്റായി. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിൻ്റെ മഹത്വത്തിനൊപ്പം രാമന്റെ കരുത്തിന് നിദാനമായ പോരാട്ടത്തിന് ഊർജ്ജമായി നിന്ന
രാവണൻ എന്ന പ്രതിനായകനെ കൂടി ചേർത്താൽ മാത്രമേ രാമായണമാകൂ എന്ന ആ മഹാസന്ദേശം തന്റെ വാക്കുകളിലൂടെ അവതരിപ്പിച്ച ആകാശവാണിയുടെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ ഞങ്ങളോടൊപ്പം പലപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സംവിധാനത്തിന്റെ ലേഖകനാണ് അദ്ദേഹം. കഴിഞ്ഞ ശബരിമല മകരവിളക്ക് ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണ് മലയാളികൾ കേട്ടത്. അങ്ങനെ പല കാര്യങ്ങളിലും ദേവസ്വം ബോർഡിനോട് ചേർന്ന് നിൽക്കുന്ന കവിയും പ്രഭാഷകനുമായ ശ്രീ മുഖത്തല ശ്രീകുമാർ സാറിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തെ ദേവസ്വം ബോർഡിന് വേണ്ടി ആദരിക്കുന്നതിനായി സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടർ ശ്രീ ജി ബനുവിനെയും ക്ഷേത്രത്തിലെ പ്രസാദം അദ്ദേഹത്തിന് നൽകുന്നതിനായി ഉള്ളൂർ ഗ്രൂപ്പിന്റെ ജൂനിയർ സൂപ്രണ്ട് ശ്രീ മണികണ്ഠനെയും ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുന്നു. കൂടി ഇതിന്റെ കൂടെ അറിയിക്കുന്നു. ഒന്ന്,